അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. شهد الله أنه لا إله إلا هو لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അളവറ്റ കരുണാനിധിയും സർവശക്തനും സർവലോക നിയന്താവുമായ നമുക്ക് ഓരോരുത്തർക്കും ആത്മാവിനെ തരികയും ഉദ്ദേശിക്കുന്ന സമയത്ത് തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന സർവാധിനാഥനായ വിധിനിർണായകമായ വിധിനിർണയത്തിൻ്റെ നാളിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഇസ്ലാമികമായ ഒട്ടനവധി വൈജ്ഞാനിക ചർച്ചകൾക്ക് വേദിയായ നമ്മുടെ ഈ വിജ്ഞാനവേദിയുടെ വളരെ കാലങ്ങളായി നാം തുടർന്നു വരുന്ന എല്ലാ മാസത്തിലെയും ആദ്യത്തെ തിങ്കളാഴ്ചകളിൽ നടത്തിവരുന്ന വിജ്ഞാനവേദി വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടെ വൈജ്ഞാനിക ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് നമ്മുടെ ബഹുമാന്യ പണ്ഡിതനും ഗൾഫ് നാടുകളിൽ നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ ശക്തിയായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന PN അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ ഉദ്ഘാടന ഭാഷണത്തോടുകൂടെ വീണ്ടും നമ്മുടെ വിജ്ഞാനവേദി ഉണർന്ന് എഴുന്നേൽക്കുകയാണ്. സഹോദരങ്ങളെ, സാധാരണ നമ്മുടെ വിജ്ഞാനവേദികൾക്ക് കൃത്യമായ ചില വിഷയങ്ങൾ നിർണയിക്കപ്പെടാറുണ്ട്. ഇന്ന് ഈ പരിപാടിക്ക് വേണ്ടി നിങ്ങൾ വിവരമറിയിച്ച പോസ്റ്ററുകളിലും നോട്ടീസുകളിലും ഒരുപക്ഷെ ഒരു വിഷയം കാണാതെ പോയതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് വീണ്ടും ഈ വിജ്ഞാനവേദിയിൽ ആഗ്രഹത്തോടെ കൗതുകത്തോടെ വരാനുള്ള ഒരു ഉന്മേഷം പകരുകയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ഒരു പ്രഭാഷണം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് വൈജ്ഞാനിക ഇസ്ലാമിക വിജ്ഞാന ലോകത്തേക്കുള്ള ഒരു ക്ഷണമാണ്, അതിനോട് ആർത്തിയും താല്പര്യവും ജനിപ്പിക്കുന്ന ഒരു പ്രചോദന പ്രഭാഷണമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഈ പ്രഭാഷണം ഇവിടെ സമാപിക്കുമ്പോൾ നമ്മുടെ PN അബ്ദുൽ ലത്തീഫ് മദനി പറഞ്ഞതുപോലെ ഇതൊരു വലിയ ബന്ധമാണ്. ജീവിതത്തിൻ്റെ മറ്റേതു ബന്ധങ്ങൾക്കിടയിലും
ചിലപ്പോഴൊക്കെ സഹോദരങ്ങളെ കരടു കടിക്കാറുണ്ട് നമ്മൾ ഓരോരുത്തരും. സ്നേഹം നിറഞ്ഞ നമ്മുടെ മക്കളുടെ ബന്ധങ്ങളെ പുനഃപരിശോധിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അവൻ അന്ന് പറഞ്ഞൊരു വാക്ക് അതെന്താണെന്നാവും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ചില പിതാക്കൾ അങ്ങനെ പറയാറുണ്ട്. സ്വന്തം രഹസ്യ പരസ്യങ്ങളില്ലാതെ പെരുമാറുന്ന പ്രിയതമന്റെ സ്നേഹനിർഭരമായ ജീവചരിത്രങ്ങളെ ഓർക്കുമ്പോൾ അന്നൊരു രാത്രി അവൾ പറഞ്ഞൊരു വാക്ക്, അന്നൊരു ദിവസം അദ്ദേഹം പിണങ്ങി നിന്നപ്പോഴുണ്ടായിരുന്ന ഒരു വേദന എന്തുകൊണ്ടോ ആ സ്നേഹത്തിൻ്റെ ഊഷ്മളമായ അനുഭവങ്ങളിൽ ചെറിയ പ്രയാസങ്ങളും നോവുകളും ഉണ്ടാക്കുന്നു എന്ന് കുടുംബ ബന്ധങ്ങളിൽ, സ്നേഹബന്ധങ്ങളിൽ, രക്തബന്ധങ്ങളിൽ, വിവാഹബന്ധങ്ങളിൽ അത്തരം കരടുകടിക്കുന്ന ഓർമ്മകൾ നമുക്കെല്ലാവർക്കും പറയാനുണ്ടാകും. എന്നാൽ സഹോദരങ്ങളെ, നിഷ്കളങ്കമായ ഒരു താല്പര്യത്തിൻ്റെ പേരിൽ ഒരുമിച്ചുകൂടിയ, കറകളഞ്ഞ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ആത്മബന്ധം സ്ഥാപിച്ച എനിക്കും നിങ്ങൾക്കും ഇടയിൽ അത്തരമൊരു അനുഭവങ്ങൾ ഒരു പക്ഷേ അഴവിറക്കാനുണ്ടാവില്ല. നമ്മൾ ആത്മാർത്ഥമാണ് ഈ ബന്ധങ്ങളെങ്കിൽ, സ്നേഹബന്ധങ്ങളെ അനന്തമായി ജീവിതത്തിൽ തുടരാൻ ആഗ്രഹിച്ച ഒരു മഹാനായ മാതൃകാ പുരുഷനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തൻ്റെ ജീവിതത്തിൽ തനിക്ക് ആത്മധൈര്യവും സ്നേഹവും പകർന്നു നൽകി തൻ്റെ ജീവിതത്തിൽ ആദ്യം കടന്നു വന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ മരിച്ച് കഫം പുടവകളിൽ മൂടി മണ്ണിലേക്ക് ഇറക്കി വെക്കപ്പെട്ടപ്പോൾ ആ സ്നേഹനിധിയായ പ്രവാചകന്റെ മനസ്സുകളിൽ നിന്നും ആ മുഖങ്ങൾക്ക് മങ്ങലേറ്റിട്ടില്ല. തൻ്റെ ജീവിതത്തിൽ പിൽക്കാലത്ത് ഒട്ടനവധി ഭാര്യമാർ കടന്നു വന്നിട്ടുണ്ടെങ്കിലും അവർക്കെല്ലാം ചിലപ്പോഴെല്ലാം ഒരു ഗീറത്ത്, ഒരു ചെറിയ വെറുപ്പ് മനസ്സിൽ തോന്നുമാറ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്നേഹ സന്ദർഭങ്ങളെക്കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഴവിറക്കിയിട്ടുണ്ട്. അങ്ങനെ ചരിത്രം നമ്മളോട് പറയുന്നു സഹോദരങ്ങളെ. ഒരു വേള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ ഒരു അടുത്ത സുഹൃത്തിനോട് കുറച്ചൽപ്പസമയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരുന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് ഇവരോട് ഇത്രയും നിങ്ങൾ സംസാരിക്കാൻ കാരണം? അവർ എൻ്റെ ഖദീജയുടെ സുഹൃത്തായിരുന്നു എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ അനുസ്മരിക്കുന്നുണ്ട്. ഒരു ബന്ധത്തെ, വിവാഹ ജീവിതത്തിലെ ഒരു ബന്ധത്തെ ഒരു മരണം കൊണ്ട് മറക്കാൻ പറ്റാത്ത സ്നേഹബന്ധത്തിന്റെ തുടർച്ച. നിങ്ങൾക്കറിയാം, പ്രവാചകനെ മറവ് ചെയ്ത ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അബൂബക്കർ സിദ്ദീഖിന്റെ ഖബറും കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് കൂടെ കിടക്കുവാനുള്ള ഒരു ഖബറിനിടമുണ്ട്. ജീവിതത്തിൽ എല്ലാമായി അനുധാവനം ചെയ്ത് സ്വന്തം മക്കളെക്കാളും പിതാവിനേക്കാളും സ്നേഹിച്ച് ഉമറെ, നിന്നെക്കാളും ഞാൻ ഇഷ്ടപ്പെട്ടവനായി തീരുന്നതുവരെ നീ വിശ്വാസിയാകുകയില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലേ എനിക്കങ്ങനെയാണെന്ന് തിരുത്തി പറഞ്ഞ് ആ സ്നേഹത്തെ ആത്മാർത്ഥമായി പ്രകടിപ്പിച്ച ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, പ്രവാചകൻ വഫാത്തായി കിടക്കുന്ന ആ വീടിന്റെ ഓരത്ത് ബാക്കി വരുന്ന സ്ഥലം തനിക്ക് വേണ്ടി തരാൻ വളരെ മനസ്സന്തോഷത്തോടുകൂടെ പ്രവാചകനോടൊപ്പം ഒരു ഖബറിനുള്ള ഇടം താൻ കരുതി വെച്ചത് ആയിഷ റളിയല്ലാഹു അൻഹ ഖലീഫത്തു സാനി, രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പകർന്നു നൽകിയ ചരിത്രം ഓർക്കുമ്പോഴും അവിടേക്ക് സ്നേഹം തുടിച്ചു നിൽക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇത്രയും ശക്തമായ നാളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന, അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന വലിയൊരു സ്നേഹബന്ധമാണ് ഈ ദീനിന്റെ പേരിൽ, ഈ ആദർശത്തിന്റെ പേരിൽ ഞാനും നിങ്ങളും നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ഈ വിജ്ഞാന വേദികൾ നമുക്ക് നൽകുന്നത് ആ ആത്മബന്ധമാണ് സഹോദരങ്ങളെ. ഇവിടെ വരികയും ഒന്നിച്ച് കേൾക്കുകയും ചെയ്യുമ്പോൾ, ഈ വിജ്ഞാനങ്ങൾ കാതോർക്കുമ്പോൾ, നമ്മുടെ തൊട്ടടുത്ത കസേരയിലിരിക്കുന്നവനോട് സലാം പറഞ്ഞ് വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ, അടുത്ത വിജ്ഞാനവേദിയിൽ മറ്റൊരാളാണ് നമ്മളോടൊപ്പം. ഇറങ്ങിപ്പോകുമ്പോഴും കയറി വരുമ്പോഴും നിറഞ്ഞ ചിരിയോടുകൂടെ, നിറഞ്ഞ സന്തോഷത്തോടുകൂടെ നമുക്ക് കൈതരുന്ന നൂറുകണക്കിന് സുഹൃത്തുക്കൾ ആരാണെന്നറിയുമോ സഹോദരങ്ങളെ? അള്ളാഹു നമ്മെ തിരിച്ചു വിളിച്ചാൽ ജോലിയുടെയും പ്രതിസന്ധിയുടെയും സാഹചര്യങ്ങളെ വകവെക്കാതെ, സമയമോ സാഹചര്യമോ നോക്കാതെ, രാവിലെ എന്നോ രാത്രി എന്നോ നോക്കാതെ, നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിങ്ങൾക്കൊരു പ്രാർത്ഥന അർപ്പിക്കാൻ, വെള്ളത്തുണിയിൽ മൂടിക്കിടക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന അർപ്പിക്കുവാൻ കാത്തു നിൽക്കുന്നവരാണ്
ഈ വിജ്ഞാനവേദിയിൽ നിങ്ങളോടൊപ്പം സദസ്സു പങ്കിടുന്നവർ. ഈ സ്നേഹനിർഭരമായ ജീവിതയാത്ര, ആത്മബന്ധം തുടർന്നു പോകാൻ ഈ വിജ്ഞാനവേദികൾ നമുക്ക് കരുത്തു പകരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു ആവേശത്തിൽ വരേണ്ട ഒരു സദസ്സല്ല ഇത്. ഏതെങ്കിലും ഒരു പ്രസംഗകനോടുള്ള ആരാധനാഭാവത്തിൽ വരേണ്ട ഒരു സദസ്സല്ല ഇത്. അതിനൊക്കെ അപ്പുറം ഊഷ്മളമായ ഒരു ആദർശ സ്നേഹത്തിന്റെ ഒരു സന്തോഷകരമായ സംഗമം എന്ന നിലക്ക് വളരെ ഹൃദയത്തോടെ, ആഗ്രഹത്തോടെ, സന്തോഷത്തോടെ, പ്രതിഫലേച്ഛയോടുകൂടെ നിങ്ങൾ ഇവിടെ നടക്കുന്ന വിജ്ഞാനവേദികളിൽ പങ്കെടുക്കണേ എന്നാണ് യഥാർത്ഥത്തിൽ മുഖവുരയായി, ആമുഖമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നാം ജീവിതത്തിൽ അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ എനിക്കും നിങ്ങൾക്കുമുള്ളൂ. അതെന്താണ് സഹോദരങ്ങളെ? നമുക്കെല്ലാവർക്കും, നാം എല്ലാവരും താമസിക്കുന്ന വീടുകൾ ഒരുപോലെ സൗകര്യമുള്ളതല്ല. ഒരു പക്ഷേ നാം വീട്ടിലില്ലാത്ത സമയത്ത് നമ്മുടെ ഭാര്യക്കോ കുട്ടിക്കോ ഒന്ന് ബാത്റൂമിൽ പോകേണ്ടി വന്നാൽ രാത്രി നാം വരുന്നത് വരെ പേടിച്ചു കാത്തിരിക്കേണ്ട വിധം ഉള്ളിൽ ബാത്റൂമിന്റെ സൗകര്യങ്ങളില്ലാത്ത, അസൗകര്യമുള്ള വീടുകളിൽ താമസിക്കുന്നവർ ഈ സദസ്സിലുണ്ടാവാം. എന്നാൽ താനും തന്റെ ഭാര്യയും മക്കളും കിടന്നുറങ്ങിയാലും 3 or 4 അതിഥികളെ കുടുംബവുമായ ഒരു ബന്ധവുമില്ലാതെ പാർപ്പിക്കാൻ പറ്റുന്ന വിശാല മന്ദിരങ്ങളിൽ താമസിക്കുന്നവർ ഇവിടെ ഉണ്ടാകാം. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ജീവിതത്തിലുണ്ട്. സഹോദരങ്ങളെ, അതൊക്കെയാണ് ജീവിതത്തിന്റെ ആസ്വാദനങ്ങളും സന്തോഷങ്ങളുമെങ്കിൽ നമുക്കെല്ലാവർക്കും ഈ ജീവിതത്തെ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുമോ? ഒരുപോലെ അനുഭവിക്കാൻ പറ്റുമോ? എങ്കിൽ സഹോദരങ്ങളെ, സമാന മനസ്കരായ ഒരേ ആദർശത്തിൽ വിശ്വസിക്കുന്ന എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഈ ജനിച്ച് ജീവിച്ചു വളർന്ന ഈ നാളുകൾക്കിടയിൽ നിന്റെ ജീവിതത്തെ സന്തോഷമാക്കി തീർക്കാൻ നിന്റെ ജീവിതയാത്രയിൽ നിന്നോടൊപ്പം ചേർന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതെന്റെ പ്രിയപ്പെട്ട ഭാര്യയാണെന്ന് ഉത്തരം പറയുന്നതിന് മുമ്പ്, അതെന്റെ പൊന്നോമന മക്കളാണെന്ന് ഉത്തരം പറയുന്നതിന് മുമ്പ്, അതെന്റെ സ്നേഹനിധിയായ മാതാപിതാക്കളാണെന്ന് ഉത്തരം പറയുന്നതിന് മുമ്പ്, അതെന്റെ 4 അക്ക ശമ്പളം വാങ്ങുന്ന ജോലിയാണെന്ന് ഉത്തരം പറയുന്നതിന് മുമ്പ്, ഒരു രോഗവും ലബോറട്ടറിയിൽ തെളിയിക്കപ്പെടാത്ത ആരോഗ്യമായ എന്റെ ശരീരമാണ് എന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യമെന്ന് ഉത്തരം പറയുന്നതിന് മുമ്പ് ആത്മനിർവൃതിയോടെ നാം പറയും, ഞാൻ ഏറ്റവും സന്തോഷം നൽകുന്നത് ഈ ദീന് കൊണ്ടാണ് എന്നാണ്. സഹോദരങ്ങളെ, സത്യല്ലത്? ഒരു വിശാലമായ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങൾക്ക് നൽകാൻ പറ്റാത്തത് ഒരു ദീനിന്റെ മനസ്സിന് നൽകാൻ പറ്റുന്ന ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. وَضَرَبَ اللَّهُ مَثَلًا لِلَّذِينَ آمَنُوا امْرَأَتَ فِرْعَوْنَ إِذْ قَالَتْ رَبِّ ابْنِ لِي عِندَكَ بَيْتًا فِي الْجَنَّةِ وَنَجِّنِي مِنْ فِرْعَوْنَ وَعَمَلِهِ وَنَجِّنِي مِنَ الْقَوْمِ الظَّالِمِينَ ضَرَبَ اللَّهُ مَثَلًا لِلَّذِينَ آمَنُوا امْرَأَتَ فِرْعَوْنَ സത്യവിശ്വാസികൾക്ക് മാതൃകയായി അല്ലാഹു ഫറോവയുടെ ഭാര്യയെ എടുത്തു കാണിക്കുന്നു. ഇത് കാലത്ത് ആ മഹദി പറഞ്ഞ സന്ദർഭം, റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ എനിക്കൊരു വീടിനെ നീ പണി കഴിപ്പിക്കണേ. സഹോദരങ്ങളെ, ഈജിപ്തിന്റെ സർവാധികാരിയായ ഈജിപ്തിലെ ഏതൊരു പൗരനും അനുഭവിക്കുന്ന സുഖവിഭവങ്ങളെക്കാളും ആർഭാട സന്തോഷത്തോടെ ദൈവമെന്ന് അവകാശപ്പെട്ടിട്ട് അത്യുന്നത പദവിയിൽ വിരാജിക്കുന്ന ഫറോവയോടൊപ്പം ഉറങ്ങാൻ, ആ കൊട്ടാരത്തിന്റെ സർവ്വ സൗകര്യങ്ങളും അനുഭവിക്കാൻ സൗഭാഗ്യം ലഭിച്ച ആ ഫറോവയുടെ ഭാര്യ അല്ലാഹുവോട് പറയുന്നു, നാഥ റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, ഈ സ്വർഗ ജീവിതം നയിക്കുന്ന കൊട്ടാരത്തിലെ വിഭവങ്ങളെക്കാൾ, ഈ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളെക്കാൾ, ഈ കൊട്ടാരത്തിൽ ഫറോവയുടെ രാജ്ഞി എന്ന പദവിയെക്കാളും എന്റെ മനസ്സിന് ആനന്ദം നൽകുന്നൊരനുഭൂതിയുണ്ട്. അതു നാഥ നീ തന്ന മതമാണ്, നിന്റെ ഏകത്വത്തിലുള്ള വിശ്വാസമാണ്, നിന്നെ അനുസരിച്ചു കൊണ്ടുള്ള ജീവിതമാണ്. അതിന്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്ന പീഡനങ്ങൾ എന്റെ ജീവിതത്തിന് ഭീഷണിയായി നിലനിൽക്കുന്നു. എങ്കിലും എല്ലാ സുഖ സൗകര്യങ്ങളെയും നിരാകരിച്ച് കൊട്ടാരത്തിന്റെ കുളിരും തണുപ്പും നിനക്ക് വേണ്ടി ഉപേക്ഷിച്ച് ദീനിന്റെ വിശ്വാസങ്ങളിൽ ആസ്വാദനം കണ്ട് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന.
സ്വർഗത്തിൽ നാഥാ നീ എനിക്കൊരു വീടുണ്ടാക്കി തരണം. ആ വീടിന് ഈ കൊട്ടാരത്തെക്കാളും തണുപ്പുണ്ട്, ആ വീടിന് ഈ കൊട്ടാരത്തെക്കാളും സന്തോഷമുണ്ട്, ആ വീടിന് ഈ കൊട്ടാരത്തെക്കാളും സൗകര്യമുണ്ട്. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി. ആ സ്വർഗ പ്രവർത്തനങ്ങൾക്ക് എന്റെ ഭർത്താവ് തടസ്സമാകുമ്പോൾ, ആ സ്വർഗ ലക്ഷ്യത്തിന് ഈ കൊട്ടാരത്തിന്റെ സൗകര്യങ്ങൾ തടസ്സമാകുമ്പോൾ, വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൻ ദാലിമീൻ. ഫറോവയിൽ നിന്നും അക്രമികളിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണേ. സുഹൃത്തുക്കളെ, ദീനിനൊരു ആസ്വാദനമുണ്ട്. അതില്ലായിരുന്നുവെങ്കിൽ കൊട്ടാരത്തെക്കാളും വലുതായി ആ സ്വർഗത്തെയും ദീനിനെയും കാണുമായിരുന്നു. ഇത് വെറുതെ പറഞ്ഞെന്നല്ല സഹോദരങ്ങളെ, ലോകത്തെ മുഴുവൻ വിശ്വാസികൾക്ക് മാതൃകയായ അള്ളാഹു എടുത്തുകാട്ടിയ ഒരു മഹദിയുടെ ചരിത്രത്തിൽ എന്താണുള്ളത് ഞാനും നിങ്ങളും പരിശോധിക്കണം. സുഹൃത്തുക്കളെ, വിജ്ഞാനത്തിന്റെ ദീനിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതിനേക്കാളും ആസ്വാദകരമായ മറ്റൊന്നില്ല എന്ന് നമ്മൾ പറയും. ഒരുപക്ഷെ പാരമ്പര്യ മുജാഹിദുകളായി ജനിച്ചു വളർന്നവർക്ക് ഒരുപക്ഷെ സഹോദരങ്ങളെ ഇതിന്റെ രുചിയും ഇതിന്റെ ആസ്വാദനവും ദീനിന്റെ മധുരവും ലഭിച്ചിട്ടില്ലായിരിക്കാം. എന്നാൽ ശിർക്കിന്റെയും യാഥാസ്ഥികത്വത്തിന്റെയും ബിദ്അത്തുകൾക്ക് നടുവിൽ ജീവിച്ചിട്ട് ഇടക്കാലത്ത് എവിടുന്നോ ഒരു സീഡിയോ ഖുതുബയോ കേട്ട് ഈ ദീനിക്ക് കേറി വന്നവൻ സഹോദരങ്ങളെ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല, ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല. എന്താ വിട്ടുവീഴ്ച ചെയ്താൽ? വാപ്പ പറയുമ്പോൾ, ഉമ്മ പറയുമ്പോൾ, മഹല്ല് കമ്മിറ്റി പറയുമ്പോൾ എന്താ വിട്ടുവീഴ്ച ചെയ്താൽ സഹോദരങ്ങളെ അതുകൊണ്ട് അയാൾ അനുഭവിക്കുന്ന ആസ്വാദനവും സന്തോഷവും അതുകൊണ്ട് കിട്ടുന്ന പ്രതീക്ഷിക്കുന്ന കാര്യവും അത്ര വലുതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മുജാഹിദ് കേരളത്തിന് ദീനിനൊരു അനുഭവവും ആസ്വാദനവും ഉണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുത്തത് സഹോദരങ്ങളെ വിജ്ഞാനവേദിയാണ്. ഞാൻ എൻ്റെ ഭാര്യനെയും കുട്ടികളെയും കൂട്ടി കുറച്ച് മെനക്കെട്ടൊരു 100 റുപ്യ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്ത് അവിടെ പോയി ഇരുന്നാലേ എന്റെ കുട്ടികളെ കൊണ്ടും എന്റെ ജീവിതം കൊണ്ടും എനിക്കൊരു സന്തോഷം ഈ ദീന് കൊണ്ട് കിട്ടുമെന്ന് സുഹൃത്തുക്കളെ മുജാഹിദുകളെ പോലും പഠിപ്പിച്ചത് ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങളിലേക്ക് ആഴമായി ഇറങ്ങിച്ചെല്ലുന്ന ഈ വിജ്ഞാന വേദികളായിരുന്നു. വെറുതെ ആൾക്കാരാകാൻ ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ലോകത്തെ പ്രവാചകന്മാർ ഈ സത്യം വിളിച്ചു പറയാൻ വേണ്ടി വന്നപ്പോൾ സഹോദരങ്ങളെ അവരെ എതിരിട്ടോലോട് പ്രവാചകൻ പറഞ്ഞൊരു മറുപടി സൂറത്ത് ഇബ്രാഹിമിൽ നമുക്ക് കാണാൻ പറ്റും. അലം യഅതികും നബഉല്ലദീന മിൻ ഖബ്ലികും ഖൗമി നൂഹിൻ വആദിൻ വതമൂദ് വല്ലദീന മിൻ ബഅദിഹിം ലാ നഅലമുഹും ഇല്ലല്ലാ. അലം യഅതികും നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലേ നബഉല്ലദീന മിൻ ഖബ്ലികും നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയവരുടെ വർത്തമാനം, ഖൗമി നൂഹിൻ നൂഹിന്റെ ജനതയുടെ വർത്തമാനം, വആദിൻ വതമൂദ് ആദിന്റെയും തമൂദിന്റെയും വർത്തമാനം, അവർക്ക് ശേഷം വന്നവരും. അങ്ങനെ എത്രയെത്ര പ്രവാചകന്മാർ എത്രയെത്ര സമുദായങ്ങൾ വന്നു എന്ന് അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. ലാ നഅലമുഹും ഇല്ലല്ലാ ജാഅതുഹും റുസ്ലുഹും ബിൽ ബയ്യിനാത്ത്. വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും തെളിവുകളുമായി ആ പ്രവാചകന്മാർ വന്നപ്പോൾ ആ പ്രവാചകന്മാർ അവരെ ഈ ദീനിന്റെ സുന്ദരമായ ആശയങ്ങളിലേക്ക് ക്ഷണിച്ചപ്പോൾ ഫറദ്ദു ഐദിയഹും ഫീ അഫ്വാഇഹിം, അവരുടെ വിരലുകളിൽ അവരുടെ വായകളിൽ അവർ വിരലുകളിട്ടു. അത് കേൾക്കാതെ അവർ മുഖം പൊത്തി തിരിഞ്ഞു നടന്നു. അപ്പോൾ പ്രവാചകന്മാർ അവരോട് പറഞ്ഞു, കാലത്ത് റുസ്ലുഹും അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർള്. ഈ അണ്ഡകടാകങ്ങളെ സൃഷ്ടിച്ച രക്ഷിതാവിന്റെ കാര്യത്തിലാണോ നിങ്ങൾക്ക് സംശയമുള്ളത്? അവൻ എന്തിനാണു നിങ്ങളെ വിളിക്കുന്നത്? സുഹൃത്തുക്കളെ, ലോകത്തെ മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞ മറുപടി ഇതാ ഖുർആൻ പറയുന്നു. യദുഊക്കും, ആ റബ്ബ് നിങ്ങളെ വിളിക്കുന്നു. പ്രവാചകന്മാർക്കിറക്കിയ സത്യസന്ദേശത്തിലൂടെ ആ ദൂതന്മാർ നിങ്ങളെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, അടിവരയിട്ട് മനസ്സിലാക്കിക്കൊള്ളൂ, ഈ ദീനിനെ ശരിക്കു മനസ്സിലാക്കിയാൽ ഒരു പുറന്തോടായിട്ടല്ല, ഇതിന്റെ വിശ്വാസങ്ങളെ, അല്ലാഹുവിന്റെ അസ്തിത്വത്തെ, പരലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ആത്മാർത്ഥമായി മനസ്സിൽ ഉൾക്കൊണ്ട് ആ ദീൻ മനസ്സിൽ പ്രവേശിച്ചാൽ നമ്മുടെ തെറ്റുകൾ അല്ലാഹു പുറത്തു തരും. വയുഅഖിറകും ഇലാ അജലിൻ മുസമ്മാ, അല്ലാഹു നിശ്ചയിച്ച മരണത്തിന്റെ അവധി വരെ സമാധാനത്തിന്റെ ഒരു ജീവിതം അവൻ നമുക്ക് തരുകയും ചെയ്യും. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകന്മാരോട് പറഞ്ഞില്ല. അപ്പൊ എന്തിനാ സഹോദരങ്ങളെ ഇത്?
സമാധാനത്തോടെ ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു നിയമ സംഹിതയെ പടച്ചുകൂടെ തന്നത്. അത് സഹോദരങ്ങളെ വക്കും അരികും കടിച്ചിട്ട് കാര്യമില്ല. അതിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിച്ചാൽ തന്നെ പറ്റുള്ളൂ. ഇത് ഞാൻ പറയണത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിജ്ഞാനവേദികളൊക്കെ തുടങ്ങിയ ഒരു 10 കൊല്ലം പരിശോധിച്ചാൽ സഹോദരങ്ങളെ, മുജാഹിദ് മനസ്സുകളിൽ, മുജാഹിദ് വീടുകളിൽ, മുജാഹിദ് പള്ളികളിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ആ മാറ്റം സംഭവിച്ചത് വെറുതെ അല്ല. ഞാൻ ആലോചിച്ചു, ഇപ്പതപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ പോയ ഒരു സ്ഥലത്ത് അവിടുത്തെ സുഹൃത്തുക്കളൊക്കെ പാടെ കൂടി സഹോദരങ്ങളിൽ പള്ളിക്ക് സ്ഥലം എടുത്തിരിക്കുകയാണ്. അവിടെ നിനക്ക് ഇന്നലെ പ്രഭാഷണം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതിലൊക്കെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും അവിടെ ആ സ്ഥലത്ത് താമസിക്കുന്ന ഒരാള്, അയാൾ ഈ പ്രാവശ്യത്തെ ഒരു ഉംറയ്ക്ക് വേണ്ടി അയാൾ പോകാൻ പുറപ്പെടുമ്പോൾ അയാൾ ഫോണിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു യാത്ര പോവുകയാണ്, എനിക്ക് ഇന്ന സ്ഥലത്ത് സ്വത്തുണ്ട്, ആ സ്വത്ത് വിറ്റിട്ട് ഞങ്ങളുടെ നാട്ടിൽ 75 ലക്ഷത്തിന്റെ ഒരു പള്ളി കയറ്റാൻ എനിക്ക് നിയ്യത്തുണ്ട്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് പറയാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ ഭാര്യനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൈസ കൊണ്ട് തന്നെ ആ പള്ളി ഉണ്ടാക്കണമെന്ന് സൗദിയിലേക്ക് വിമാനം കയറുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു വെക്കുകയാണ്. സഹോദരങ്ങളെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ സ്ഥലം വാങ്ങി സ്വന്തം വീട് പണിയെടുപ്പിക്കണമാതിരി ഒരു ഷെഡ് കെട്ടിയിട്ട് ടെമ്പററി ആയിട്ട് അവിടെ സുബഹി നമസ്കാരം തുടങ്ങി. ആ സുബഹിക്ക് ആ നാട്ടിൽ മുജാഹിദ് എന്ന് പേരുള്ള ഒരുത്തനുണ്ടോ അവൻ ആ സുബഹിക്ക് അവിടെ എത്തും. സഹോദരങ്ങളെ ഇതാണ് ആസ്വാദകരവും മധുരകരവുമായ ജീവിതം. പള്ളി ഉണ്ടാക്കാൻ പള്ളിപ്പണി നടത്തുന്നവിടത്ത് 4 മാസം പള്ളിക്കത്തന നടന്നിട്ട് ജമാഅത്ത് ഉള്ളിൽ നിസ്കരിക്കുമ്പോഴും പുറത്ത് മൊബൈലേറ്റ് നിൽക്കുന്നതിന്റെ സംസ്കാരം സഹോദരങ്ങളെ മുജാഹിദുകളുടെ സംസ്കാരമല്ല. സ്വന്തം നാട്ടിൽ പള്ളി ഉണ്ടാക്കാൻ മുന്നിൽ നിന്നിട്ട് സുബഹിക്ക് ബാങ്ക് കിടക്കുമ്പോൾ മൃഗങ്ങളെ പോലെ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു സംസ്കാരത്തിന്ന് 10 കൊല്ലങ്ങളെ കൊണ്ട് ഈ ജനങ്ങളെ മാറ്റിയെടുത്ത് സഹോദരങ്ങളെ പറഞ്ഞു കൊടുത്തിട്ടാണ്. സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. ഇബാദത്തിന്റെ ചൈതന്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു. വീടുകളിലും കുടുംബങ്ങളിലുമുള്ള ഇസ്ലാമിന്റെ മഹത്വങ്ങളെയും മര്യാദകളെയും നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇസ്ലാമിന്റെ ഒരു തലങ്ങളെയും വിട്ടുപോകാത്ത സമ്പൂർണമായ വൈജ്ഞാനികമായ പഠനങ്ങളായിരുന്നു സഹോദരങ്ങളെ ഇവിടെ നടന്നത്. ഞാൻ വെറുതെ പറയല്ല, മനസ്സിന് സമാധാനം കിട്ടാൻ ഈ ദീനുകൊണ്ട് പറ്റുമെന്ന് നമുക്ക് മനസ്സിലായില്ലേ സഹോദരങ്ങളെ? ഖുർആൻ ഒരൊറ്റ ആയത്ത് വേണമെങ്കിൽ ഞങ്ങൾക്ക് സാമ്പിളിന് പറഞ്ഞുതരാം. ജീവിതത്തിൽ നിങ്ങളെ എപ്പോൾ ചിന്തിച്ചാലും ആ ആയത്ത് മനസ്സിന് വന്ന് അതിൻ്റെ ആശയം ഹൃദയത്തിലാണ് തെളിഞ്ഞാലേ മനസ്സിക്ക് സമാധാനം കിട്ടും. ഏത് പ്രായപൂർത്തിയിലേക്ക് എടുത്തിങ്ങനെ അണഞ്ഞു നിൽക്കുന്ന, ഓടി നടക്കുന്ന, ചുറുചുറുക്കുള്ള നമ്മുടെ കുഞ്ഞുമോൻ മരിച്ചു കിടന്ന് അവന്റെ തലയിൽ വെള്ളത്തുണിയിട്ട് കിടക്കുമ്പോഴും ആ മരണത്തെ ഉൾക്കൊള്ളാൻ മനസ്സ് ശ്രമിക്കുമ്പോൾ ഈ ആയത്തു നിങ്ങളെ സജ്ജമാക്കും സമാധാനകരമായ ഒരു കാര്യത്തിന്. ഏതാണ്? കൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റാ. സഹോദരങ്ങളെ ദീൻ പഠിച്ചു വെക്കണം. ഹൃദയത്തിൽ അതുണ്ടെങ്കിൽ അത് ജീവിതത്തിന്റെ ഓരോ സന്ദർഭത്തിലും ഓടി വരും നമ്മളെ സഹായിക്കാൻ. അറിവിന് മാത്രമേ ഇനി പറ്റുള്ളൂ, അറിയാതിരുന്നാൽ പറ്റില്ല സഹോദരങ്ങളെ. എന്താ ആയത്ത്? കൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റാ. കൈഫ തസ്ബിറു, നിനക്കെങ്ങനെ ക്ഷമിക്കാൻ പറ്റും? അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റാ, നിനക്ക് സൂക്ഷ്മമായ അറിവില്ലാത്ത ഒരു കാര്യത്തിൽ നിനക്കെങ്ങനെ ക്ഷമിക്കാൻ കഴിയും? എപ്പോഴാ സഹോദരങ്ങൾ ഇത് ചോദിക്കുന്നത്? ആയത്ത് എവിടെയെന്ന് ചിലർക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും. സൂറത്ത് അൽ കഹ്ഫിലാണ് ഈ ആയത്ത്. എല്ലാ വെള്ളിയാഴ്ചയും ഓതിയാൽ ഒരാഴ്ചത്തേക്ക് മനസ്സിന് പ്രകാശം കിട്ടുന്നതാണ്. സഹോദരങ്ങൾ ആയത്ത് എത്ര ചെറിയൊരു ആയത്താണ്. അതായത് ചോദിക്കരുത് എന്നോട് ഒന്നിനെ പറ്റിയെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും മൂസാ നബി അലൈഹി സ്വലാം വീണ്ടും ചോദിക്കുക, എന്തിനെ അത് ചെയ്തു, എന്തിനെ അത് ചെയ്തു, എന്തിനെ കപ്പൽ കേടെത്തിയത്, എന്തിനെ കുട്ടിനെ കൊന്നത്, എന്തിനെ മതിൽ നേരാക്കി കൊടുത്തത്. ഓരോന്ന് പറയുമ്പോഴും ഖിളിർ നബി പറയും, പറ്റൂല അനക്ക്, ലൻ തസ്തതിഅ മഇയ സ്വബ്റാ, എന്റെ കൂടെ ക്ഷമിച്ചു കൊണ്ടുവരാൻ നിനക്ക് പറ്റില്ല. എന്താ പറ്റാത്തത്? അതാ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്, എങ്ങനെ നിനക്ക് ക്ഷമിക്കാൻ പറ്റുക? സഹോദരങ്ങളെ, പരമകാരുണികനായ നാഥൻ, ത്രികാലജ്ഞാനിയായ പരമദയാലുവായ പടച്ച തമ്പുരാൻ എന്തിനാ ചെയ്തതെന്ന് നമുക്കറിയൂ. ഇന്നലെ വരെ കാറും സൗകര്യങ്ങളും ജീവിച്ചിരുന്ന എന്നെ നിങ്ങളെയും ഒരു വാടകപ്പരയിലേക്ക് മാറ്റി പാർപ്പിച്ചത് എന്തിനാണെന്ന് നമുക്കറിയുമോ സഹോദരങ്ങളെ? കളിമുറ്റത്തോടി നടന്നിരുന്ന ഒരു കുഞ്ഞിനെ 2 കണ്ണുകളും അടഞ്ഞവൻ മരിച്ചു കിടക്കുന്നത് എന്തിനാണെന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആ കുട്ടിന്റെ ഭാവി നമുക്ക് അറിയില്ലല്ലോ. സുഹൃത്തുക്കളെ, മുന്നിൽ വന്ന ഒരു പ്രശ്നം നമുക്കൊരു വിപത്താണെന്നേ തോന്നൂ. പക്ഷെ പരമകാരുണികനായ നാഥന് അതിലെന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടാകും. ആ ഉദ്ദേശം അറിയുമ്പോൾ ആണ് നമുക്ക് മനസ്സിലാകുക, പടച്ചോനെ, ഇന്റെ ഗുണത്തിന് വേണ്ടി നീ ഒരു ചെയ്ത കാര്യത്തിലും
നിന്നെക്കുറിച്ച് ഞാൻ നല്ലത് വിചാരിച്ചില്ലല്ലോ എന്ന് ആ രഹസ്യങ്ങൾ ചുരുളഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ആ കപ്പൽ കേടെടുത്തത്. എന്തിനാ? ആ കപ്പലിന്റെ ഉടമസ്ഥന്മാർക്ക് എന്നും ഉപജീവനത്തിന് ആ കപ്പൽ അവരെടുത്ത് ഉണ്ടാകാൻ, അല്ല കപ്പൽ കേടേറാനല്ല. കപ്പൽ കേടേറാനല്ലേ കേടെടുത്തുന്നത് എന്നല്ലേ സഹോദരങ്ങളെ ആർക്കും ചോദിക്കാൻ പറ്റൂ. കേടില്ലാത്ത ഒരു കപ്പൽ കേടുവരുത്തുന്നത് എന്തിനാണ്? കപ്പൽ കേടുവരാൻ. കപ്പൽ കേടുവരാനല്ല കേടുവരുത്തിയത്. കേടുവന്ന കപ്പലുകൾ രാജാവ് പിടിച്ചെടുക്കില്ല, കേടുവരാത്ത കപ്പലുകൾ പിടിച്ചെടുക്കും. അപ്പോൾ നമ്മളെ ഇക്കരെ കടത്തിയ തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവനത്തിന്റെ കപ്പൽ എന്നും അവരുടെ കയ്യിലുണ്ടാവാൻ. അതെങ്ങനെ നമുക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. കൈഫ തസ്ബിറു അലാ മാലം തുഹിത് ബിഹി ഖുബ്റാ, നിനക്ക് സൂക്ഷ്മമായി അറിയാൻ പറ്റാത്ത കാര്യത്തിൽ എങ്ങനെയാണ് നിനക്ക് ക്ഷമിക്കാൻ പറ്റുക? ഒരു കുറ്റവും ചെയ്യാത്ത, ഒരു തെറ്റും ചെയ്യാത്ത നഫ്സൻ സക്കിയ ഒരു നല്ല കുഞ്ഞിനെ എന്തിനാണ് കൊലപ്പെടുത്തിയത്? സുഹൃത്തുക്കളെ, ആ കുഞ്ഞ് എന്ത് തെറ്റു ചെയ്തു എന്ന് എത്ര മണിക്കൂറിരുന്ന് ആലോചിച്ചാലും നമുക്കറിയില്ല. കാരണം ആ കുട്ടിയുടെ ഭാവിയിലുള്ള നാളുകളിൽ സംഭവിക്കാനിരിക്കുന്നത് നമുക്കറിയില്ല. ജീവിക്കാതിരുന്നാൽ ആ കുട്ടിയും രക്ഷപ്പെടും, ജീവിക്കാതിരുന്നാൽ ആ കുട്ടിയിൽ നിന്ന് വരാനിരിക്കുന്ന വിപത്തുക്കളിൽ നിന്ന് മാതാപിതാക്കളും രക്ഷപ്പെടുമെന്നറിയുന്ന നാഥൻ ആ കുട്ടി മരിക്കണമെന്ന് തീരുമാനിച്ചു. ആ വിവരം നമുക്കറിയാത്തത് കൊണ്ട് കൈഫ തസ്ബിറു അലാ മാലം തുഹിത് ബിഹി ഖുബ്റാ, നിനക്ക് സൂക്ഷ്മമായി അറിവില്ലാത്ത ഒരു കാര്യത്തിൽ നിനക്കെങ്ങനെ ക്ഷമിക്കാൻ കഴിയും? സുഹൃത്തുക്കളെ, ഒരു അപകടം പറ്റുമ്പോൾ, ഒരു ദാരിദ്ര്യത്തിലേക്ക് എടുത്തെറിയുമ്പോൾ, അവിചാരിതമായൊരു രോഗം വന്നു ചേരുമ്പോൾ, ഇനി ഞാൻ ഇന്ന് രക്ഷപ്പെടില്ലെന്ന് തിരിച്ചറിയുമ്പോൾ, ദുരന്തത്തിന്റെ മുഹൂർത്തങ്ങളിൽ നിൽക്കുമ്പോൾ, റബ്ബേ നീ എന്തിനെന്നോട് ഇങ്ങനെ ചെയ്തു? ഈ മുറ്റത്ത് കാണുന്ന പള്ളിക്ക് സ്ഥലം കൊടുത്തവനല്ല ഞാൻ, ഒരു വക്തും തെറ്റാതെ നിസ്കരിച്ചവനല്ല ഞാൻ. എന്റെ മകനെ എന്തിനു നീ തിരിച്ചു വിളിച്ചു? എനിക്കെന്തിനു മാറാത്ത രോഗം നീ തന്നു? എന്റെ കുടുംബത്തിൽ എന്തിന് ഇങ്ങനത്തെ ഒരു പ്രയാസം നീ ഉണ്ടാക്കി എന്ന് ചോദിക്കും മുമ്പ് മനസ്സിന്റെ ഉള്ളിൽ തെളിഞ്ഞു വരും ഈ വചനം, കൈഫ തസ്ബിറു അലാ മാലം തുഹിത് ബിഹി ഖുബ്റാ, നിനക്ക് കൃത്യമായി അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് നിനക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ, മനസ്സമാധാനം നൽകുന്ന, ശിഫ നൽകുന്നതിനെ ഞാൻ ഖുർആനിൽ ഇറക്കിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, വായിക്കണ്ടേ, പഠിക്കണ്ടേ സഹോദരങ്ങളെ? ഈ ഖുർആനിന്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും. നാടൊട്ടുക്കും സുഹൃത്തുക്കളെ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ വ്യാപിച്ചപ്പോൾ ചില ആളുകൾക്ക് പേടി. എന്ത്? ഇസ്ലാമിന്റെ വിജ്ഞാനത്തിന്റെ ആസ്വാദനങ്ങൾ അറിയാത്ത ആരെങ്കിലും കാരണവന്മാര് നമ്മുടെ പള്ളിമുറ്റത്ത് ഇങ്ങനെ വീടി മരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ കുട്ടികളെല്ലാരും പാടെ ഖുർആൻ ക്ലാസ്സിലേക്കും വിജ്ഞാനവേദിയിലേക്കും പോകുമ്പോൾ ഒരു പേടി, ഇങ്ങനെയൊക്കെ പാടെ പഠിച്ചാൽ ഈ നാട് എന്തായിത്തീരുന്നു. സുഹൃത്തുക്കളെ, ആസ്വാദനങ്ങൾ അറിയില്ലെങ്കിൽ അങ്ങനെ തോന്നും. ഇറങ്ങി വരൂ സഹോദരങ്ങളെ, ഇറങ്ങി വരൂ. സൗകര്യമുണ്ടാകുമ്പോഴല്ല. നമുക്ക് കേരളത്തിലുടനീളം തുടരാനുള്ളത് എന്താണെന്നറിയോ സഹോദരങ്ങളെ? ജനകോടികൾ നിറഞ്ഞു നിൽക്കുന്ന, ഇവിടുത്തെ മുഴുവൻ ആളുകളെയും അത്ഭുത സ്തംഭരാക്കുന്ന ജനസഹസ്രങ്ങളുടെ കൂട്ടായ്മയല്ല. അത് നടന്നോട്ടെ സഹോദരങ്ങളെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്റെ ഭാര്യക്കും കുട്ടിയേക്കും പഠിക്കാനൊരു അവസ്ഥ ഞങ്ങൾക്ക് നടന്നു പോകാവുന്ന ദൂരത്ത് വേണം. ഞാനില്ലാത്തപ്പോഴും എന്റെ മക്കൾക്ക് നടന്നുപോയി ദീൻ കേൾക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്റെ വീട്ടിനെ തൊട്ടടുത്ത് വേണം. സുഹൃത്തുക്കളെ, നിങ്ങൾ മരിച്ചാലും അവർ സമാധാനത്തോടെ ജീവിക്കും. അതേ ദീനോണ്ടേ പറ്റുള്ളൂ, ദീൻ പഠിച്ചാലേ പറ്റുള്ളൂ, ദീനിനെ സമഗ്രമായി പഠിച്ചാലേ പറ്റുള്ളൂ. സഹോദരങ്ങളെ, എല്ലാത്തിനും പരിഹാരമുണ്ട്. ഇസ്ലാമിലെ അനുവദനീയമായ പ്രാർത്ഥനകളും മന്ത്രങ്ങളും നമ്മൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോഴേ അതിന്റെ ആസ്വാദനങ്ങളെ കുറിച്ച് അനുഭവങ്ങൾ പറഞ്ഞവരുണ്ട് സഹോദരങ്ങളെ. ഞാൻ പലപ്പോഴും ചോദിക്കലുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ എന്താണ് മരണത്തിന്റെ അവസാന സമയങ്ങളിൽ ഒരാഴ്ചത്തോളം പനി പിടിച്ച് കടഞ്ഞ അള്ളാന്റെ റസൂലിന് എന്ത് ചികിത്സ ചെയ്തതെന്ന് ഇമാം മുസ്ലിമിന്റെയും ഇമാം ബുഖാരിന്റെയും ഹദീസിലില്ലേ സഹോദരങ്ങളെ? എന്റെ പട്ടണത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ICUയിൽ ചിലപ്പോഴൊക്കെ കയറി രോഗികളെ കാണാൻ ഞാൻ നിർബന്ധിതനാവാറുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ. അപ്പൊ ഞാൻ ആലോചിക്കണം, എന്താ സഹോദരങ്ങളെ, ഒറ്റക്ക കിടക്കണേ. ഏതാണ് ആ കിടത്തണങ്ങൾ? മരിക്കാൻ കിടക്കണ കിടത്താണ് കിടക്കണേ. എല്ലാരും ഒപ്പുണ്ടാകേണ്ട സമയത്തുള്ള കിടത്തം. 80 വയസ്സുവരെ ജീവിച്ചപ്പോൾ 79ാമത്തെ വയസ്സിലും കൂടെ എല്ലാറ്റിനും വായിൽ നിന്നും തുപ്പാൻ തുടങ്ങുമ്പോഴേക്കും കോളാമ്പിയുമായി അടുത്തു വരാൻ ഭാര്യയുള്ള ഒരാള് ICU കിടക്കുമ്പോൾ ഒരാളുമില്ല.
ഒരു ബന്ധമില്ലാത്ത ഒരാളാ ചികിത്സക്ക് വരുന്നത്. വേദനകൾ കഠിനമാകുമ്പോൾ എന്തു ചെയ്യണം? സുഹൃത്തുക്കളെ, ഇസ്ലാമിൽ പരിഹാരമുണ്ട്. എല്ലാ മരുന്നും സംവിധാനം അവിടെ ഉണ്ട്. എല്ലാം ദേഹത്തേക്ക് കയറിപ്പോണ്ട്. ഫലം കിട്ടാത്ത സന്ദർഭങ്ങളിൽ പോലും മരുന്നിന്റെ പ്രവാഹങ്ങളാണ് ശരീരത്തിലേക്ക്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ തളരുവോളം ആയിഷ ബീബി മുഅവ്വിദാത്ത് ഓതിയിട്ട് ആ പരിശുദ്ധമായ കൈകളിൽ ഊതിയിട്ട് ആ കൈയോണ്ട് തന്നെ തടവി കൊടുത്തു. ഇതെന്നാ ചെയ്തത് സഹോദരങ്ങളെ? മരണത്തിന്റെ അവസാന നാളുകളിൽ നബിന്റെ കൈകൾ അതിന് സാധ്യമല്ലാത്ത അവസ്ഥ വന്നപ്പോൾ മാത്രമാണ് ആയിഷ ബീബി സ്വന്തം കൈകളിൽ ഊതിയിട്ട് തടവി കൊടുത്തത്. സുഹൃത്തുക്കളെ, ഇത് എപ്പോഴാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അതിനുള്ളിൽ പോയി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? സുഹൃത്തുക്കളെ, ഇസ്ലാമിലെ ശരിക്കുള്ള മന്ത്രങ്ങളെക്കുറിച്ചും റുഖിയ ശറഈനെ കുറിച്ചും പഠിപ്പിച്ചു കൊടുത്താൽ ആ സന്ദർഭത്തിൽ ആരും തന്റെ അടുക്കലില്ലാതെ വേദനകൾ അസഖ്യമായി തോന്നുമ്പോൾ സ്വന്തം കൈകൾ അതൊന്ന് ഓതാമെന്ന് മനസ്സിൽ തോന്നാൻ നേരത്തെ പഠിച്ചു വെക്കണം സഹോദര. അതേ പറഞ്ഞ ദീൻ ആസ്വാദനം എന്ന് പറഞ്ഞാൽ തരുമോ? ആ സന്ദർഭത്തിൽ അതിന്റെ ഓതുന്ന സമയത്ത് ഉണ്ടാവുന്ന ആസ്വാദനം അപ്പോൾ കിട്ടും. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ചില സന്ദർഭങ്ങൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾ കിട്ടുന്നൊരു സമാധാനം. ഞാൻ ഫ്ലൈറ്റിൽ പോരുന്ന സമയത്തിന്റെ തൊട്ടടുത്തിക്കുന്ന ആള് ഫ്ലൈറ്റിൽ ചെറിയൊരു കാലാവസ്ഥന്റെ പ്രതികൂലാവസ്ഥ ഉണ്ടായപ്പോഴൊക്കെ എന്ത് ചോദിച്ചാൽ ആകെ ബേജാറായി. എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ സുഹൃത്ത്, എൻ്റെ സഹയാത്രികൻ പറഞ്ഞു, ഇടത്തു ഭാഗത്ത് കൈ അമർത്തി പിടിച്ചിട്ട് പറഞ്ഞു, വല്ലാത്തൊരു വേദന. അയാൾ വേർക്കാൻ തുടങ്ങി, പ്രയാസപ്പെടാൻ തുടങ്ങി. സഹോദരങ്ങളെ, ഫ്ലൈറ്റിൽ ഡോക്ടറൊക്കെ ഉണ്ടാവും, പക്ഷെ ആകാശത്ത് വെച്ചുള്ള ചികിത്സന്റെ പരിമിതികൾ നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലെ? ഒന്നും ചെയ്തില്ല സഹോദരങ്ങളെ. ഞാൻ സത്യമേ നിങ്ങളോട് പറയുന്നുള്ളൂ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പറയാ, നിങ്ങൾ പറഞ്ഞാൽ മതി. അയാളുടെ വലത്തെ കൈയെടുത്ത് ഞാൻ ഇടത്തെ നെഞ്ചത്ത് വെക്കാൻ പറഞ്ഞു. ബിസ്മില്ലാഹി 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 അല്ലാഹുമ്മ ഇന്നി അഊദു ബിഖുദ്റതിക മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ വിഷമത്തിൽ നിന്നും നിന്റെ കഴിവിൽ നിന്റെ പ്രതാപത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ വേദനയിൽ നിന്നും ഇതുമൂലം വരുമെന്ന് ഞാൻ ഭയപ്പെടുന്ന കാര്യത്തിൽ ഞാൻ രക്ഷ ചോദിക്കുന്നു. സഹോദരങ്ങളെ, 7 വട്ടം പറഞ്ഞ അയാൾ കൈയെടുത്തു. ഞങ്ങൾ ഇറങ്ങി വീട്ടിലെത്തുന്നത് വരെയും അയാൾക്കൊരു വിഷമം ഉണ്ടായിട്ടില്ല. അയാൾ ആ ഓർമ്മ എന്നും എന്നോട് പങ്കുവെക്കും. ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, ആ 4 വരി പഠിപ്പിച്ചു വെക്കാതിരുന്നാൽ ആര് പഠിപ്പിക്കും അവിടെ വെച്ച് നമുക്ക്? സുഹൃത്തുക്കളെ, വെറുതെ പറയുന്നതല്ലത്. ഇതൊക്കെ ജനങ്ങൾ പഠിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഇത് പഠിപ്പിക്കപ്പെടുമ്പോൾ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തി പറയുകയാണ്. ഇസ്ലാമിലെ റുഖിയ ശറഈയെ കുറിച്ച് പറയുമ്പോൾ അതെന്ന് പറഞ്ഞാൽ അപ്പെന്നാ പിന്നെ പഴയ കാലത്തൊക്കെ ഞങ്ങൾ 70 കൊല്ലം മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ആരുമില്ലാത്ത കാലത്ത് അന്ന് മന്ത്രിച്ചൂതിർ തങ്ങളുണ്ടായിരുന്നു, അവിടെ നിസ്കരിക്കും കൂടിയില്ല, അയാളൊരു നൂലോടുന്ന് കിട്ടും. അതൊക്കെ സഹോദരങ്ങളെ ഇതിനോട് ബന്ധപ്പെടുത്തി എന്തിനു പറയണം? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ഈ സത്യങ്ങളെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട സുന്നത്തിന്റെ അഖിലുകാരല്ലേ സഹോദരങ്ങളെ നമ്മൾ? വിജ്ഞാന വേദികളിൽ അത് പഠിപ്പിച്ചപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഈ ദീനൊരു പരിഹാരമാണ്, ദീനൊരു ആസ്വാദനമാണ് എന്ന്. സുഹൃത്തുക്കളെ, ഏത് വശങ്ങളും മനസ്സിലാക്കിക്കോളി. ഞാൻ പറഞ്ഞേ, ജീവിതത്തിൽ ദീനിന്റെ മഹത്വം അറിയുന്നവൻ സ്വന്തം ജീവൻ കൊടുത്ത് സംരക്ഷിക്കും ദീനിന്, യാതൊരു സംശയവും വേണ്ട. സഹോദര, എൻ്റെ കുട്ടിക്കൊരു അസുഖം വന്നാൽ എൻ്റെ വീട് വിറ്റ് ഞാൻ ചികിത്സിക്കൂലേ? അതെന്തുകൊണ്ടാ? എൻ്റെ കുട്ടിൻ്റെ വില എനിക്ക് അറിയുന്നത് കൊണ്ടാണ്. ഞാൻ ഇന്ന് താമസിക്കുന്ന വീട് വിറ്റ് എന്റെ പൊന്നോമന മോൾക്ക് വന്ന അസുഖത്തിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താൻ ഞാൻ താമസിക്കുന്ന വീട് വിറ്റാൽ പറ്റുമെങ്കിൽ ഞാൻ വീട് വിൽക്കും. അതെന്തുകൊണ്ടാ? എന്റെ കുട്ടിന്റെ വില എനിക്കറിയുന്നതുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളും സമാധാനത്തോടെ ജീവിക്കുന്ന ഈ ദീനിന്റെ വില എനിക്കും നിങ്ങൾക്കും അറിയുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, ഇതിനു വേണ്ടി നാം രക്തസാക്ഷികളാകും. അത്ര ഫലപ്രദമാണ് മാനവരാശിയിൽ ഈ മതത്തിന്റെ സ്വാധീനം, ദീനിന്റെ സ്വാധീനം അറിയുന്നവർക്കും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുന്നവർക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ നായകത്വം വഹിച്ച യുദ്ധങ്ങൾ എന്തിനറിയങ്ങൾ? ഈ ദീൻ മദീനയിൽ നിന്നും തുടച്ചു നീക്കപ്പെടാതിരിക്കാൻ, ആ ദീനിന്റെ മധുരം നൂറ്റാണ്ടുകൾക്ക് ശേഷം എനിക്കും നിങ്ങൾക്കും കിട്ടുന്നതിനിടയിൽ ഒരു തടസ്സം വരാതിരിക്കാൻ അബൂ സുഫിയാനും അബൂജഹലും കൂട്ടക്കാരും വന്ന് മദീനയിൽ നിന്നും ഇസ്ലാമിന്റെ പൊൻവെളിച്ചത്തെ കെട്ടുകെട്ടാതിരിക്കാൻ അതിനാണ് പടപ്പുറപ്പാട് നടത്തിയത്. ആ ദീൻ നമുക്ക് തരാൻ. സഹോദരങ്ങളെ, പ്രവാചകന്റെ അന്ത്യകാലഘട്ടങ്ങളിൽ റോമയിലേക്കുള്ള ലക്ഷം വരുന്ന റോമൻ സൈന്യത്തിന്റെ അടുക്കിലേക്ക്, ലോകത്തെ ഏറ്റവും വലിയ വൻ ശക്തിയിലേക്ക് 3000-ഓളം വരുന്ന സൈന്യത്തെ ജാഫർ ബിൻ അബീ ത്വാലിബിന്റെയും അബ്ദുല്ലാഹി ബിൻ റവാഹയുടെയും നേതൃത്വത്തിൽ, സെയ്ദ് ബിൻ ഹാരിസയുടെയും നേതൃത്വത്തിൽ പറഞ്ഞയച്ചതിനെ സഹോദരങ്ങളെ, ഈ സത്യത്തിന്റെ സമാധാനത്തിന്റെ ഈ ദീപശിഖ ലോകത്തണഞ്ഞു പോകാതിരിക്കാൻ.
33-ാമത്തെ വയസ്സിലെ മുഅ്ത യുദ്ധത്തിൽ മരണപ്പെട്ടു പോയ രക്തസാക്ഷിയായ ജഅഫർ അബി താലിബിന്റെ മക്കളെ സ്വന്തം മടിയിലേക്ക് കൂട്ടിപ്പിടിച്ച് റസൂലുള്ളാഹി ഇരിക്കുന്ന ഒരു ചരിത്രം നമുക്ക് വായിക്കാൻ പറ്റും. റോമക്കാരുമായുള്ള യുദ്ധത്തിന്റെ ആ ശക്തമായ ത്യാഗത്തിന്റെ സരണിയിൽ ജഅഫർ ബിൻ അബി താലിബിന്റെ ചുണ്ടുകളിൽ പാടിയ പാട്ട് സഹോദരങ്ങളെ ലോകത്തെന്നും നിൽക്കും. യഹബ്ബദൽ ജന്നത്തു വഖ്തിറാബുഹാ, യഹബ്ബദൽ ജന്നത്തു വഖ്തിറാബുഹാ. ആ സ്വർഗം എത്ര മനോഹരമാണ്, എത്ര സന്തോഷകരമാണ്, എത്ര ആഹ്ലാദകരമാണ്. അതിങ്ങനെ അടുത്തേക്ക് വരികയാണല്ലോ. വഖ്തിറാബുഹ. സഹോദരങ്ങളെ, ഇവരെന്തിനു ചെയ്തു? ഈ ദീനിന്റെ വില അറിയുന്നവർക്ക് അത് സംരക്ഷിക്കാൻ ഒരു പ്രശ്നമല്ല. അതിന്റെ ഉള്ളറകളിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു. നമ്മളിൽ പല ആളുകളും അതിന്റെ വക്കേ കടിച്ചുള്ളൂ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇതൊരു പരിഹാസമാണ്, ഒരു തമാശയാണ് പലർക്കും ദീന് എന്ന് പറഞ്ഞാൽ. അതിനെ സംരക്ഷിക്കുന്നിടത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. സഹോദരങ്ങളെ, നാം അനുഭവിക്കുന്ന ഈ ദീനിന്റെ ഗുണങ്ങളിൽ നമ്മൾ വിട്ടുപോകാൻ പറ്റാത്ത ഒന്നാണ് ഒരു പരലോകത്തുള്ള രക്ഷ. സഹോദര, ഈ ദീൻ ഇതിന്റെ രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് കിട്ടുമോ നമുക്ക് പരലോകത്ത് രക്ഷ? ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചോദിക്കട്ടെ, വിശ്വാസമുള്ളവന് ദീനിൽ കുറേ കാര്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്ത് നിസ്കരിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം, നോമ്പോൽക്കണം എന്ന് പഠിപ്പിക്കണം, സക്കാത്ത് കൊടുക്കണം എന്നൊക്കെ പഠിപ്പിക്കണം. എന്നാ സഹോദരങ്ങളെ, ശിർക്കുള്ള ഒരുത്തിന് നമ്മൾ എന്തേലും പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നും പഠിപ്പിക്കേണ്ട. എന്താ? തൗഹീദുള്ളവന് നമ്മൾ മരണം വരെ പഠിപ്പിക്കണം. എന്താ ശിർക്കുള്ളവനെ പഠിപ്പിക്കേണ്ടത്? ശിർക്കുള്ളവനെ എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമില്ല. എന്ത് ചെയ്താലും ഒന്ന് നരകത്ത് തന്നെ കാരണം ആ പ്രശ്നം. സഹോദര, എന്ത് ചെയ്താലും നരകത്തിൽ, കാലാകാലം നരകത്തിൽ. എല്ലാ തിന്മകൾക്കുള്ള ശിക്ഷ അനുഭവിച്ചാൽ തൗഹീദുള്ള സ്വർഗത്തേക്ക് എത്തും. ശിർക്കുള്ളവൻ വരും. ഓനെ കൊണ്ട് സംഭാവന കൊടുപ്പിച്ചിട്ട് കാര്യമില്ല സഹോദരങ്ങളെ. ഓനെ ജമാഅത്തിന് പള്ളിക്ക് കൊടുന്നിട്ട് കാര്യമുണ്ട്? ഓനെ സമയം പോയി എന്നല്ലാതെ. ഈ തൗഹീദും ശിർക്കും വേർതിരിച്ച് കിട്ടിയത് എങ്ങനെ സഹോദരങ്ങളെ? ഈ വിജ്ഞാന സദസ്സുകളിൽ നിന്നാണ് എൻ്റെ മർമ്മം നമ്മൾ ഉൾക്കൊണ്ടത്. സംശയം വേണ്ട. ഞാൻ പറഞ്ഞത് നാളെ പരലോകത്തിന്റെ രക്ഷ ഈ ദീനുകൊണ്ടാണ്. സഹോദരൻ, എണ്ണി നിങ്ങളെ പരലോകത്ത് രക്ഷപ്പെടുത്തുന്ന ഈ ദീനിന് ജീവൻ കൊടുത്ത് നമ്മൾ സംരക്ഷിക്കേണ്ടത്. സ്വർഗം വാങ്ങിത്തരുന്ന ഈ മാർഗത്തോട് നാം കാണിക്കേണ്ട ആത്മാർത്ഥതയും കണിശതയും എത്രയാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. യാതൊരു സംശയവും വേണ്ട. സഹോദരങ്ങളെ, നാം ഒക്കെ രക്ഷപ്പെട്ടതിൻ്റെ ആഴം ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ അറ്റമില്ലാത്തതാണ്. എന്തായാലും ഒരു യാഥാസ്ഥിക വീട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനോട് നിങ്ങൾ ചോദിച്ചാൽ മതി, ദീനിന്റെ അനാചാരങ്ങളെ കൊണ്ടും അന്ധവിശ്വാസങ്ങളെ കൊണ്ടും അയാൾ അനുഭവിക്കുന്ന വീർപ്പുമുട്ടലുകൾ പറഞ്ഞു തീരാൻ പറ്റാത്ത ഒന്നാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് ഒരു സംശയം ചോദിച്ചു. ആ സംശയം എന്തായിരുന്നു? നിങ്ങൾ അവര് തികച്ചും ശിർക്ക് മാത്രമുള്ള ഒരു കുടുംബത്തിലേക്ക് വിവാഹം ചെയ്യപ്പെട്ട ഒരു മുജാഹിദ് കുടുംബത്തിലെ സ്ത്രീയാണ്. സഹോദരിമാരെ, നമ്മളെ പെൺകുട്ടികളെ കെട്ടിച്ചില്ലെങ്കിലും നിങ്ങൾ അങ്ങനത്തെ പേരേക്ക് കെട്ടിക്കരുതേ പറഞ്ഞു. കെട്ടിച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല സഹോദരങ്ങളെ. നല്ലൊരു കല്യാണം വരുന്നില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യാൻ? പക്ഷേ തനിച്ച ശിർക്കുകളും മാട്ടും മാരണങ്ങളും മന്ത്രങ്ങളും ഉള്ള ഒരു സ്ഥലത്തേക്ക് പറഞ്ഞാൽ എന്തേ കാലാവസ്ഥ? ആ പെൺകുട്ടിനോട് ചോദിക്കാൻ, എൻ്റെ കുട്ടിക്ക് അസുഖം വന്നു, മനസ്സിലായില്ലേ? പണിക്കരെടുത്തേക്ക് കൊണ്ടുപോകണമെന്ന് അമ്മായിമ്മയും അമ്മോശനും ഭർത്താവും വാശി പിടിച്ചു. പണിക്കരെടുത്തേക്ക് കൊണ്ടുപോകാൻ വാശി പിടിച്ചു. ഞാനതിനെ നിഷേധിച്ചു. അതിൻ്റെ പൊള്ളത്തരങ്ങളെ പറഞ്ഞു കൊടുത്തു. പക്ഷെ അവരുടെ അധികാരം ഉപയോഗിച്ച് കുട്ടിനെ കൊണ്ടുപോയി. ഞാൻ പോയില്ല. പക്ഷേ കുട്ടിൻ്റെ അസുഖം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ എന്നോട് ചോദിക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, ഇനി വിശ്വസിക്കുമെന്നാണ്. എന്താണ്? പണിക്കരുടെ മന്ത്രവാദത്തിലും ശിർക്കിലും ഇനി നീ വിശ്വസിക്കുമെന്നാണ് ചോദിക്കുന്നത്. അവൾ പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല. ജോത്സ്യൻ്റെ അടുത്ത് പോയാൽ 40 ദിവസത്തെ നിസ്കാരം കഴിഞ്ഞു. അയാൾ ചെയ്യുന്ന ശിർക്കിയായ ചികിത്സകൾ ചെയ്താൽ കാലാകാലം നരകത്തിലായി. അപ്പോൾ ചോദിക്കുന്നത്, എന്ത് മറുപടി ഞാൻ ഇവരോട് പറയുന്നതാണ്? അതാണ് അവരുടെ സംശയം. സഹോദരങ്ങളെ, നാം ആലോചിക്കേണ്ടതുണ്ട്, എത്ര ശക്തമായിട്ടാണ് ഷിർക്കിന്റെ അവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അപ്പം എന്താ പറയുക, കുറച്ചും കൂടി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. കുറച്ചും കൂടി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എല്ലാറ്റിലും ഉള്ള ഉത്തരങ്ങൾ നമുക്ക് കിട്ടാൻ തുടങ്ങും. അത് പഠിപ്പിക്കുമ്പോൾ അത് സഹോദരങ്ങളെ അന്ധവിശ്വാസങ്ങളാണ്, അനാചാരം. അങ്ങനത്തെ ഒരു പെൺകുട്ടി അങ്ങനത്തെ ഒരു വീട്ടിൽ ജീവിക്കുന്ന അവസ്ഥകൾ ആലോചിച്ച് നോക്ക് സഹോദരങ്ങളാവുന്നല്ല. എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ വേദന ഉണ്ടാകുക എപ്പോഴാ വെച്ചാൽ, ഇങ്ങനത്തെ ഒരു വീട്ടിൽ നമ്മുടെ വല്ല പെൺകുട്ടിയാളും പെട്ടിട്ട് അവിടുന്നെങ്ങാനും സഹോദരങ്ങളെ ഭർത്താവ് മരിച്ച് വിധവയാകേണ്ടി വന്നാൽ, ഒരു ഇദ്ദയുടെ കുറഞ്ഞൊരു ദിവസം അവിടെ താമസിക്കേണ്ടി വന്നാൽ നിൽക്കാൻ കഴിയൂല സഹോദരങ്ങളെ. ഒരു മരിച്ച വീട്ടിൽ, ഒരു അന്ധവിശ്വാസത്തിൻ്റെ മരിച്ച വീട്ടിൽ ഒരു 40 ദിവസം കഴിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും മാരകമായ മന്ത്രങ്ങളും അത്രയും മാരകമായ അന്ധവിശ്വാസങ്ങളാണ് അവിടെയൊക്കെ നടക്കുന്നത്. നിങ്ങൾ ശരിക്കും തിരിച്ചറിയണം സഹോദര, ഈ ഹുറാഫാത്തുകളിൽ നിന്ന് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നമ്മളൊക്കെ രക്ഷപ്പെട്ട് കയറി വന്നതിന് നമ്മൾ എത്ര സ്തുതി പറയണം.
അതിനാണ് അള്ളാന്റെ റസൂലിനെ അള്ളാഹു നിയോഗിച്ചത്. അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. നിരക്ഷരനായ പ്രവാചകൻ, ഒന്നും സ്വന്തം നിലക്ക് ആലോചിച്ച് പറഞ്ഞതല്ല, ഒക്കെ പടച്ചോൻ പഠിപ്പിച്ചു കൊടുത്ത്, അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത കാര്യം അങ്ങനെ പറഞ്ഞുതരാണ്. യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, നല്ല കാര്യങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കുകയും അവർക്ക് ദോഷകരമായ കാര്യങ്ങളെ വിരോധിക്കുകയും ചെയ്തു. വയലഉ അൻഹും ഇസ്റഹും, അവർക്കുള്ള പ്രയാസങ്ങളെ അവരിൽ നിന്നും ഇറക്കിക്കൊടുത്തു. അന്ധവിശ്വാസത്തിന്റെ അനാചാരത്തിന്റെ മാറാപ്പുകളെ, ചെങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ് ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും പ്രായോഗികതയുടെയും ഇസ്ലാമിക ചര്യകളെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ഫല്ലദീന ആമനൂ ബിഹി, സമൂഹത്തിന് ലളിതവും സുന്ദരവുമായ മാതൃകായോഗ്യമായ അപകടരഹിതമായ ഉപകാര സമ്പന്നമായ ഒരു ദീനിനെ പഠിപ്പിച്ചു കൊടുത്ത ആ പ്രവാചകനെ, ഫഅല്ലദീന ആമനൂ ബിഹി, ആ പ്രവാചകനിൽ വിശ്വസിക്കുന്ന ആളുകൾ, വഅസ്സറൂഹു വനസറൂഹു, ആ പ്രവാചകനെ ശക്തിപ്പെടുത്തുന്നവർ, ആ പ്രവാചകനെ സഹായിക്കുന്നവർ, വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു, അദ്ദേഹത്തിന്റെ കൂടെ ഇറക്കപ്പെട്ട പ്രകാശത്തിൽ വിശ്വസിക്കുന്നവർ, അതിനെ പിൻപറ്റുന്നവർ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയിക്കുന്നവരാകുന്നു. സുഹൃത്തുക്കളെ, ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമ്മുടെ സമൂഹത്തിൽ പോയത് എന്തുകൊണ്ടത് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ്. എത്ര പഠിപ്പിച്ചാലും ബാക്കിയാണ് സഹോദരങ്ങളെ. ഞങ്ങൾക്ക് പറഞ്ഞുതരാം, അന്ധവിശ്വാസത്തിന്റെ ഒരു ചെറിയ ശേഷിപ്പ് ഇപ്പോഴും ഞങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാം തികഞ്ഞു എന്ന് പറയണം നമ്മളെ ആൾക്കാരിൽ. ഇടക്കിടക്ക് ആൾക്കാർ സംശയം ചോദിക്കണം അന്താരങ്ങൾ. ഇന്നലെ മിനിഞ്ഞാന്നേറ്റൊരു സ്ഥലത്തിനോട് ആൾ ചോദിച്ചു, വീട് വെക്കാൻ തുടങ്ങുകയാണ്, എന്തേലും ചെയ്യാണ്ടോ, പുതിയ വീടിക്ക് താമസം മാറ്റാണ്, എന്തേലും ചെയ്യാണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, വീട് താമസിച്ചത് മുതൽ അവസാനം വരെ എന്താ ചെയ്യാനുള്ളത്, എന്നും ചെയ്യാനുള്ളത് തന്നെ അന്നും ചെയ്യാനുള്ളൂ. അപ്പോഴും അദ്ദേഹം എന്നോട് സംശയം ചോദിച്ചു, സുബൈ ഏതായാലും പള്ളിക്കെന്നാ നിസ്കരിക്കേണ്ടതെന്ന് എനിക്കറിയാം, അതുകൊണ്ട് സുബൈസ്കാരം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇല്ല, എന്നാലും എന്നാ പിന്നെ എന്തപ്പം എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഉമ്മാക്ക് സമാധാനാവൂലെന്ന്. പാല് കാച്ചാനും ഞാൻ സമ്മതിക്കണില്ല, സുബൈസ്കരിക്കാനും സമ്മതിക്കണില്ല, എന്താ ചെയ്യാന്ന്. അവസാനം അദ്ദേഹം ചോദിക്കണം എന്താ വെച്ചാൽ, ഇമ്മ ലുഹാ നിസ്കരിക്കുക, അപ്പൊ ലുഹാ നിസ്കരിക്കുന്ന ലുഹാ നിസ്കാരം അവിടുന്ന് ആക്കിയാലോ എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, ഉമ്മന്റെ വിശ്വാസം നമുക്ക് മാറ്റിവെക്കാം. പക്ഷെ നമ്മളെ മനസ്സിന്റെ ഉള്ളിലുണ്ട്, ഒരു വീടൻ തുടങ്ങണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്നാണ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും നമുക്കൊരു തോന്നൽ എന്തുകൊണ്ടാണ് വരുന്നത് സഹോദരങ്ങളെ. ആ ബേജാറ് ശരിക്കും വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് എപ്പോഴാണ്, പടച്ചോനെ ഞാനൊരു വീടുണ്ടാക്കുകയാണ്, അതിലിപ്പോ പലിശ കുറച്ച് കൂടിക്കലർന്നാൽ പിന്നെ ആ വീട്ടിൽ പടച്ചോനക്ക് സമാധാനം തന്നില്ലെങ്കിൽ ഒരു ബേജാറുമില്ല. സുന്ദരമായി ലോൺ എടുത്ത് 2 ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒപ്പിട്ട് തുടങ്ങിയപ്പോൾ ഒരു ബേജാറുമില്ല. കുടിയിരിക്കണമെന്ന് എന്തേലും ചെയ്യാറുണ്ടോ മാത്രമേ ബേജാറുള്ളൂ. സഹോദരങ്ങളെ, അയലോക്കക്കാരന്റെ അടുക്കൽ വേലി കെട്ടുന്ന നോനെ വിളിച്ചിട്ട് ശരിക്കും നോക്കിക്കോ, 1 ഇഞ്ച് ഭൂമി എൻ്റെ ഇതിൽ പെട്ടാൽ അതിന്റെ 7 ഇരട്ടി ഭൂമി കഴുത്തി കെട്ടി പരലോകത്ത് ചെല്ലേണ്ടി വരും. ഒരാലോചനയില്ല സഹോദരങ്ങളെ. നമുക്ക് ഇഷ്ടമുള്ളടത്ത് അതിരിട്ടു, അപ്പൊ ഒരു ബേജാറുമില്ല. ഈ പരിപാടികൾ എന്തെങ്കിലും ചെയ്യണ സമയത്തുള്ള ബേജാറ് അന്ധവിശ്വാസികളുടെ ബേജാറ്. എന്താ ബേജാറ് നിങ്ങൾ? ഓർക്ക് ദീന് എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. പിന്നെ എപ്പോഴേ ദീനുള്ളൂ? പുതിയ ഫോറസ്റ്റ് സ്റ്റേഷൻ വണ്ടി വാങ്ങുമ്പോൾ ഇങ്ങനെ ആലോചിക്കും എന്തെങ്കിലും ദീനുണ്ടോ. പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് കല്യാണത്തിന് അന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പുതിയ പോകുമ്പോൾ ആലോചിക്കും എന്തെങ്കിലും ദീനുണ്ടോ. മരിച്ച് മയ്യത്ത് വീട്ടിൽ കൊടുന്ന ആലോചിക്കും എന്തെങ്കിലും ഇപ്പൊ ദീനിന്റെ കാര്യങ്ങൾ ചെയ്യാണ്ടോ. ഓരപ്പം മാത്രമേ ദീൻ ആലോചിക്കുള്ളൂ. മുജാഹിദുകളെ, ഞാനും നിങ്ങളും അങ്ങനെയാണോ? ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നമുക്ക് മര്യാദകളില്ലേ? നാളെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് മര്യാദയില്ലേ? വീടിന്റെ പണി തുടങ്ങാൻ സ്ഥലം വാങ്ങുമ്പോൾ സ്ഥലക്കച്ചവടത്തിന്റെ എഗ്രിമെന്റിന്റെ വാചനങ്ങൾ എഴുതുമ്പോൾ നമുക്ക് ദീനില്ലേ? വീട് പണിയാൻ പണം സ്വരൂപിക്കുമ്പോൾ നമുക്ക് ദീനില്ലേ? വീടിന്റെ എന്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ദീനില്ലേ? സഹോദരങ്ങളെ, നമ്മളെ മനസ്സിൽ ഒരിക്കലും അന്ധവിശ്വാസത്തിന്റെ ഒരു ശേഷിപ്പ് പോലും ഉണ്ടാവാൻ പറ്റൂല. സഹോദരങ്ങളെ, ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ സർവ്വതലങ്ങളും അറിഞ്ഞു പഠിക്കുമ്പോൾ എന്തൊരു സമാധാനത്തോടെ ഇവിടെ ജീവിക്കാൻ പറ്റുന്നവരെങ്കിൽ, എന്തൊരു സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാൻ പറ്റുന്നവർ. അതുകൊണ്ട് ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങളെ സർവാത്മന പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ ഈ വിജ്ഞാന വേദികൾ. ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ. വിജ്ഞാനം പഠിച്ചാൽ ആൾക്കാർ പേച്ചു പോകുമോ? സഹോദരങ്ങളെ, പേച്ചു പോകൂല.
പിന്നെ നമ്മൾ എന്ത് ഹദീസും ആയത്തും കേട്ടാലും നമ്മളെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കൂല എന്ന് ഇത്ര ഉറപ്പിച്ച് പറയാൻ എനിക്ക് ഉറപ്പ് കിട്ടുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ? നമ്മൾ ഖുർആനും ഹദീസും പഠിക്കൽ എങ്ങനെ വെച്ചാൽ ഒരു മാനദണ്ഡം വെച്ചിട്ടാണ്. അതാണ് PN അബ്ദുൽ ലത്തീഫ് മദനി ഇത്ര സമയം ഇവിടെ പറഞ്ഞത്. സഹോദരങ്ങളെ, നമുക്കൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം തെറ്റൂലെങ്കിൽ നമ്മൾ എത്ര ദീൻ പഠിച്ചാലും തെറ്റൂല. എന്താ മാനദണ്ഡം നിങ്ങൾക്ക് അറിയും? അതെപ്പോഴും നമ്മൾ പഠിക്കണം. നിങ്ങൾക്ക് അറിയും, ഇസ്ലാം ലോകത്ത് വരുന്ന സമയത്തുണ്ടായിരുന്ന സഹാബത്തിനെ പൂർണ്ണമായും അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഈ ഖുർആൻ എവിടെ ഇറങ്ങി, എന്നിറങ്ങി, ആർക്കിറങ്ങി, ആരിലൂടെ വന്നു എന്നൊന്നും ചിന്തിക്കാതെ ഒരു ഖുർആനിന്റെ പരിഭാഷയും ഹദീസിന്റെ ഒരു പരിഭാഷയും എടുത്തു വെച്ചിട്ട് നമ്മളങ്ങോട്ട് ലേഖനവും പുസ്തകവും പ്രസംഗവും വയലും പറയാൻ തുടങ്ങിയാൽ സഹോദരങ്ങളെ, അത് അള്ളാന്റെ റസൂല് ലോകത്ത് കൊണ്ടുവന്ന ഇസ്ലാം ആകൂല. ഇതാർക്കാ മനസ്സിലാകാൻ പ്രയാസം? അള്ളാഹുവിന്റെ റസൂല് കൊടുന്ന ഇസ്ലാം ആകൂല. അത് അയാൾക്ക് വീട്ടുമേ കസേരി മേശയിട്ടിരുന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയൊരു ഇസ്ലാം ദീനേ ഉണ്ടാവുള്ളൂ. ആ ഇസ്ലാം ദീനാണ് സഹോദരങ്ങളെ CN അഹമ്മദ് മൗലവി നമ്മളെ പഠിപ്പിച്ചത്. ആ ഇസ്ലാം ദീനാണ് ചേകനൂർ മൗലവി നമ്മളെ പഠിപ്പിച്ചത്. അവരുടെ അതിശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ ഒരുപക്ഷേ അവരുടെ അനുയായികളാകാത്തവരുടെ മനസ്സിലും ഒരല്പസ്വല്പം ബാക്കിയായോ എന്ന് സംശയമുണ്ട് നമുക്കൊക്കെ സഹോദരങ്ങളെ. ഒരു പറഞ്ഞതിൻ്റെ ഓലപ്പം പോയിട്ടില്ലെങ്കിലും ചെറിയൊരു സംശയം, ഖബർ ശിക്ഷ ഉണ്ടാവൂ? അള്ളാന്റെ റസൂല് അങ്ങനെ പോയോ? ഇസ്രാവും മിറാജും തടിയോടുകൂടെ ആകാശത്ത് പോയോ? ചിലപ്പോൾ ഒരു സ്വപ്നമായിക്കൂടെ? അങ്ങനെയല്ലേ? അള്ളാന്റെ റസൂലിന് അങ്ങനെ ബാധിക്കാൻ പറ്റൂ? അങ്ങനെ ഉണ്ടാകാൻ പറ്റൂ? സഹോദരങ്ങളെ, സംശയങ്ങളേറെ. ഇപ്പം നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഓതിങ്ങാട്ട് കയ്യിലങ്ങോട്ട് ഊതി തടവുമ്പോൾ ഇപ്പം എന്താണ് കാര്യം? ഇതിപ്പോൾ ഒരു ഊതലും തടവലിൻ്റെ ഒക്കെ കാര്യം ഊതിയാൽ പോരെ? അതിലെന്താ പോലുള്ളത് എന്നൊക്കെ അങ്ങനെ മനസ്സിക്ക് വരുന്നത് എന്താണ് സഹോദരങ്ങളെ? എപ്പോഴും പറയും ഹദീസ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ സഹോദരങ്ങളെ? ഈ ആരോട് പറഞ്ഞാലും എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഹദീസ് അംഗീകരിക്കാൻ പ്രശ്നമല്ല. എന്താണ്? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചിടുന്നവൻ മുസ്ലിം അല്ല എന്നൊരു ഹദീസ് പറഞ്ഞു നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും. ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തത്? നിങ്ങൾ അയലോകത്തുള്ള ഏത് മതസ്ഥനാണെങ്കിലും അവരോട് പറഞ്ഞു നോക്കുന്നുള്ളൂ, വല്ലാത്തൊരു പ്രവാചകനാണ് നിങ്ങളെ പ്രവാചകൻ എന്ന് പറയും. മനസ്സിലായില്ലേ സഹോദരങ്ങളെ? എന്നാൽ നമ്മളിങ്ങനെ പറയണെന്ത്? ഞങ്ങളെ പ്രവാചകനെ പറ്റി പറഞ്ഞത് ആകാശത്ത് ചന്ദ്രനെ 2 പിളർപ്പാക്കി കാണിച്ചു കൊടുത്തു. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അമാനുഷികമായിട്ട്. അത് പറയുമ്പോഴോ അതൊരു അന്ധവിശ്വാസമാണ്. അതെങ്ങനെയാണ് സംഭവിക്കില്ല? അതാരാ അംഗീകരിക്കുക സഹോദരങ്ങളെ? അതുകൊണ്ടാണ് ആ ആയത്തന്നെ നിങ്ങൾ ശരിക്കും ഓതി നോക്കി. നിങ്ങൾ എല്ലാം അംഗീകരിക്കാൻ എല്ലാവർക്കും പറ്റൂല. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. ഫലാ വറബ്ബിക, നിന്റെ റബ്ബാണ് സത്യം. ലാ യുഅ്മിനൂന, അവരെ മുഅ്മിനീങ്ങൾ എന്ന് വിളിക്കാൻ പാടില്ല. അവർ വിശ്വാസികളാകുന്ന പ്രശ്നമില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ, തർക്കമുള്ള വിഷയങ്ങളിൽ നിന്നെ വിധികർത്താവായി സ്വീകരിക്കും വരെ, അവർക്ക് സംശയം തോന്നുന്ന കാര്യങ്ങളിൽ, അവർക്ക് പരസ്പരം സ്വീകരിക്കണോ സ്വീകരിക്കണ്ടയോ എന്ന് അവർ വാഗ്വാദം നടത്തുന്ന കാര്യങ്ങളിൽ നീ പറഞ്ഞു എന്ന് അതിന്റെ സിഹത്ത് ബോധ്യപ്പെട്ടാൽ, നിന്റെ വാക്കാണെന്ന് മനസ്സിലായാൽ അതിൽ യാതൊരു ശങ്കയും അവർക്കില്ല. സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത്, നീ അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന ഒരു വിഷമം പോലുമില്ലാതെ അവർ അങ്ങേയറ്റത്തെ യുസല്ലിമു തസ്ലീമ, അവർ അങ്ങേയറ്റത്തെ മാനസിക സമർപ്പണത്തോടുകൂടെ, അങ്ങേയറ്റത്തെ അംഗീകാരത്തോടുകൂടെ മനസ്സാ വാചാ അവരത് അംഗീകരിച്ചിരിക്കും. അങ്ങനെ അംഗീകരിക്കാത്തവരെ കുറിച്ച് ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ, വിശ്വാസികൾ എന്ന് പറഞ്ഞുകൂടാ. സുഹൃത്തുക്കളെ, കുറച്ച് പ്രശ്നമാണ്, കുറച്ച് പ്രയാസാണ് ഇതൊക്കെ ഏറ്റെടുക്കാനും അംഗീകരിക്കാനും. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഈ സമ്പൂർണമായ ഇസ്ലാമികമായ ഒരു പഠനവും അറിവും ഈ ലോകത്തിന് പകർന്നു നൽകുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു കൂട്ടം പണ്ഡിതന്മാരും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു കൂട്ടം ആളുകളുമാണ് സഹോദരങ്ങളെ ഈ ഇസ്ലാമിന്റെ ജീവൻ. എന്താ ഞാൻ പറയാൻ കാരണം? ഇത് ബദർ യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ ഈ ലോകത്ത് തൗഹീദ് ഉന്മൂലനം ചെയ്യപ്പെടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചുവെങ്കിൽ സഹോദരങ്ങളെ, ഈ ഇസ്ലാമിന്റെ സംരക്ഷകരാണ് ഞാനും നിങ്ങളും. പടച്ചോൻ ഇതിനെ നിലനിർത്താനുള്ള മാനദണ്ഡം പടച്ചോൻ വെച്ചിട്ട് ഒന്ന് ഖുർആൻ അവിടെ നിലനിർത്തും പടച്ചോൻ.
സഹോദരങ്ങളെ, എന്ത് ശാസ്ത്ര വിസ്മയങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടാലും ഖുർആനിലൊരു വൈരുദ്ധ്യം കണ്ടുപിടിക്കാൻ ലോകത്ത് പറ്റൂല. ഖുർആനെ പടച്ചോൻ കാത്തോളും. ഖുർആനിൽ നിൽക്കുന്ന അറബി ഭാഷയെയും പടച്ചോൻ കാത്തോളും. ഖുർആനിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമായ ഹദീസിനെയും റസൂൽ അള്ളാഹു സംരക്ഷിക്കും. അത് നമ്മളെ പല ആൾക്കാർക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. ഖുർആനല്ലേ പടച്ചോൻ സംരക്ഷിക്കുള്ളൂ എന്ന് പറഞ്ഞു, ഹദീസിനെ പടച്ചോൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഖുർആൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ അറബി ഭാഷ ഇവിടെ നിലനിൽക്കണം. എല്ലാ വേദഭാഷകളും മരിച്ചു. ഖുർആന്റെ ഭാഷ ഇന്ന് ലോകത്തെ മഹോന്നത ഭാഷയായി നിലനിൽക്കുന്നു. ലോകത്തെവിടെ മുസ്ലിം ഉണ്ടോ അവനൊക്കെ അറിയുന്ന ഭാഷയായി. അതേപോലെ തന്നെ എൻ്റെ കൂടെ ഹദീസ് നിലനിൽക്കണം. ഹദീസ് നിലനില്ലെങ്കിൽ ഖുർആൻ നിലനിൽക്കുമോ സഹോദരങ്ങളെ? ഖുർആനിൽ അക്കീമുസ്സലാം എന്ന് പറഞ്ഞു. ഒരാൾക്ക് നിസ്കരിക്കണം എന്ന് ആഗ്രഹിച്ചത് കാര്യമുണ്ടോ? നിസ്കാരത്തിന്റെ ബാക്കി കാര്യം പഠിക്കണം. ഹദീസ് ഇവിടെ അല്ലെങ്കിൽ എന്താ കാട്ടുക? അത് പടച്ചോ നിലനിർത്തും. പടച്ചോ നിലനിർത്തിയില്ലെങ്കിൽ ഈ മഹാസത്യം ലോകത്ത് നിലനിൽക്കൂല. അതുകൊണ്ട് പടച്ചോന്റെ ഭാഗം പടച്ചോ നിർവഹിച്ചോളൂ. പക്ഷേ സഹോദരങ്ങളെ, മഹത്തുക്കളും പൂർവികന്മാരും നിർവഹിച്ച ഒരു കടമ ഞാനും നിങ്ങളും നിർവഹിക്കണം. ആ കടമ എന്താ? നിങ്ങൾ ഇസ്ലാമിന്റെ സംരക്ഷണം. ആ ഇസ്ലാമിന്റെ സംരക്ഷണം എങ്ങനെയെന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ, അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ വൈജ്ഞാനികമായ മുന്നേറ്റം, അതന്നെയാണ് അതാണ് ഈ വിജ്ഞാനവേദി. അതാണ് സഹോദരങ്ങളെ കേരളത്തിൽ നാം നടക്കിയിരിക്കുന്ന വിജ്ഞാനത്തിന്റെ പ്രവാഹം. അതിന് ആളുകളെല്ലാവരും അത് സ്വീകരിക്കാനും അതിൻ്റെ കൂടെ നിൽക്കാനും ആളുകൾ തയ്യാറാണ്. ഈ സത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ ആയുധങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഒന്നാമത്തെ ആയുധം കാര്യങ്ങൾ സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തുക. അത് ജൂതന്മാരും ക്രിസ്തീയ പുരോഹിതന്മാരും കണ്ടെത്തിയ ഏറ്റവും വലിയൊരു തന്ത്രമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, യാ അഹ്ലൽ കിതാബി ലിമ തൽബിസൂനൽ ഹഖ്ക ബിൽ ബാതിൽ വതക്തുമൂനൽ ഹഖ്ക വഅൻതും തഅലമൂൻ. യാ അഹ്ലൽ കിതാബേ, വേദക്കാരെ, ലിമ തൽബിസൂനൽ ഹഖ്ക ബിൽ ബാതിൽ, സത്യത്തെയും അസത്യത്തെയും നിങ്ങൾ കൂട്ടിക്കലർത്തുന്നത് എന്തിനാണ്? വതക്തുമൂനൽ ഹഖ്ക, എന്നിട്ട് ആശയക്കുഴപ്പങ്ങൾ നാട്ടിലുണ്ടാക്കി സത്യത്തെ നിങ്ങൾ മൂടിവെക്കുന്നത് എന്തിനാണ്? വഅൻതും തഅലമൂൻ, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നവരെ, സത്യത്തെ മൂടിവെക്കുന്നവരെ, നിങ്ങൾക്ക് സത്യം അറിയാമല്ലോ. വഅൻതും തഅലമൂൻ, നിങ്ങൾ സത്യം അറിഞ്ഞുകൊണ്ടാണല്ലോ സത്യത്തെ മൂടിവെക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരിക്കലും ഒരു സാധാരണക്കാരന് മനസ്സിലാകാൻ പറ്റാത്ത അതിസങ്കീർണമായ വിഷയങ്ങൾ പറഞ്ഞ് അവന്റെ വിശ്വാസത്തെയും കർമ്മങ്ങളെയും ജീവിതത്തെയും ആശയക്കുഴപ്പത്തിലാക്കുക. സുഹൃത്തുക്കളെ, ഇത് ഇന്നൊന്നിനെയും തുടങ്ങിയ പരിപാടിയല്ല. നോക്കിങ്ങള്, ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ നീച്ചു പോകുമ്പോൾ ആ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഒക്കെ പറഞ്ഞ് ദിക്ർ മാത്രം ചൊല്ലി എഴുന്നേറ്റ് പോകുമ്പോൾ അപ്പുറത്ത് നിന്നിട്ട് അടുത്തങ്ങനെ പ്രസംഗിക്കുകയാണ്. എന്ത് കണ്ടോ, വഹാബികൾ പ്രാർത്ഥന ഇല്ലാത്ത ആൾക്കാരാ. ശരിയാട്ടോ, കാരണം കണ്ടോ, നിസ്കാരം കഴിഞ്ഞ് നീച്ചു പോണു, പ്രാർത്ഥന ഇല്ലല്ലോ. സത്യല്ലേ പറഞ്ഞത്? പ്രാർത്ഥന ഇല്ലാത്ത ആൾക്കാർ എങ്ങനെ നമ്മൾ ഓലപ്പം പോവുക? പടച്ചോനെ ജീവിതത്തിൽ ഒരിക്കലും മുജാഹിദ് ആക്കരുതെന്ന് പറഞ്ഞാൽ അപ്പോൾ തോരക്കും അല്ലേ? ആണ്ടാക. പിന്നെ മരിച്ചിട്ട് ഖബറിന്റെ അടുക്കൽ വന്നിട്ട് ഉസ്താദ് വന്ന് കുനിഞ്ഞിരുന്ന് തെളിക്കുകയും ചെല്ലുക, ദീർഘമായ പ്രാർത്ഥന. ഖബർ മലക്ക് വരുമ്പോഴും ഇതാ ജാക്കൽ മലക്കാനി അലീമാനി ഹായിലാനി കബീറാനി വന്നിട്ട് പറഞ്ഞു തരുന്നു. നമ്മൾ തസ്ബീഹും ചൊല്ലി പോരുമ്പോൾ ശരിയല്ലേ? മരിച്ച് കുഴിച്ചിട്ട് അങ്ങനെ പോരെ, എന്താ പെട്ടത്? പോത്തിനെ കുഴിച്ചിട്ടുണ്ടായി. ആ പ്രസംഗം കേൾക്കുമ്പോൾ വിശ്വസിച്ച് പോകൂലേ സഹോദരങ്ങളെ? വിശ്വസിച്ച് പോകൂലേ? എല്ലാം അർദ്ധസത്യങ്ങൾ പറയാം. നമ്മൾ സ്വലാത്ത് ചെല്ലാത്ത ആൾക്കാരാ. മൻ സ്വല്ല അലയ്യ വാഹിദൻ സ്വല്ലല്ലാഹു അലൈഹി അശർ. ഒരു സലാത്തിന്റെ പേര് ചൊല്ലിയാൽ 10 അനുഗ്രഹങ്ങൾ കിട്ടുന്നതാണ്. പക്ഷെ സഹോദരങ്ങളെ, നമ്മളെ പള്ളിക്ക് അടുത്ത സ്വലാത്ത് മജ്ലിസ് ഡിസംബർ 6 നമ്മൾ എഴുതിയേക്കലില്ല. സ്വലാത്തില്ല കേട്ടോ. സ്വലാത്ത് ഉണ്ടെങ്കിൽ ഇവിടെ ബോർഡ് കാണൂലേ എന്ന്. ഓക്കെ, പള്ളിക്ക് ബോർഡ് കാണൂല. നമ്മളെ പള്ളിക്ക് ബോർഡില്ലല്ലോ. അപ്പൊ സ്വലാത്തില്ല. നമ്മൾ ചെല്ലുന്നില്ലേ സഹോദരങ്ങളെ? സ്വലാത്ത് ബാങ്ക് കഴിഞ്ഞാൽ സ്വലാത്തിലില്ലേ? നമ്മൾ ദുആക്ക് മുന്നേ സ്വലാത്തിലില്ലേ? സഹോദരങ്ങളെ, ഭാഗികമായ സത്യങ്ങളെ, അർദ്ധസത്യങ്ങളെ പറഞ്ഞ് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുക. ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, ഒരിക്കലും ആശയക്കുഴപ്പമുണ്ടാകാൻ പറ്റാത്ത കാര്യമാണ് സഹോദരങ്ങളെ തൗഹീദിന്റെ വിഷയം. അതിൽ പോലും ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ബോധപൂർവമാവട്ടെ അല്ലാതിരിക്കട്ടെ, നമ്മൾ ആളുകൾ ചോദിച്ചില്ലേ സഹോദരങ്ങളെ? നമ്മളടക്കമുള്ള ആളുകളെ നോക്കി ആളുകൾ ആ ശിർക്കിന്റെ ഗൗരവത്തെ കുറച്ചു കാണിച്ചില്ലേ ഈ സമൂഹത്തിൽ? എന്താ കുറച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളെ പള്ളിക്കത്തെ ഉസ്താദ് പലിശ കൊടുത്തു എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നാട്ടിലെന്താ മനസ്സിലാക്കുക? നിങ്ങൾ പലിശ എന്ന പാപത്തിന്റെ ആ തീഷ്ണത അവിടെ മനസ്സിൽ അസ്തമിച്ചു പോകും. അതാണ്ടാകുക അല്ലേ? പള്ളിക്കത്തെ ഉസ്താദ് എന്നെ തോന്നിയാസത്തിന്റെ പേരിൽ പുറത്താക്കി എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാകുക? നിങ്ങൾ ആ ഗുരുതരമായ തെറ്റ്, എറിഞ്ഞു കൊല്ലേണ്ട തെറ്റ് എന്ത് ചെയ്യും? നിസ്സാരമായി സമൂഹം കാണും.
സഹോദരങ്ങളെ, തൗഹീദിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ത്യാഗോജ്ജലമായ പ്രഭാഷണം നടത്തുന്ന ആളുകളെയാണ് അവരിപ്പോൾ ശിർക്കിലാണെന്ന് ജനങ്ങൾ കേട്ടത്. ജനങ്ങൾ കേട്ടപ്പോൾ ജനങ്ങൾ എന്ത് വിശ്വസിച്ചു എന്നറിയങ്ങൾ? തൗഹീദിന്റെ മഹത്വവും ശിർക്കിന്റെ അതിശക്തമായിട്ടുള്ള അപകടാവസ്ഥയെക്കുറിച്ചും ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന ഗൗരവബോധം നഷ്ടപ്പെടുത്താൻ പിശാചിന് സാധിച്ചു. ആ സഹോദരങ്ങളെ പറഞ്ഞേ, അത് ശൈത്താന് പറ്റിയത്. തൗഹീദിന്റെ രണാങ്കണങ്ങളിൽ ഒരിക്കൽ പോലും ആത്മാർത്ഥമായി പ്രത്യക്ഷപ്പെടാത്ത ആളുകൾ, തൗഹീദിന്റെ ധ്വജവാഹകന്മാരും തൗഹീദിന്റെ പ്രബോധനത്തിന് വേണ്ടി കൂക്കുവിളികൾക്കിടയിൽ കസേര തടുത്തു പിടിച്ച് പ്രസംഗിച്ചവർ ശിർക്കിന്റെ പണിയാളുകളുമായി ജനങ്ങളെ കേൾപ്പിക്കപ്പെട്ടപ്പോൾ ആൾക്കാർ എന്ത് വിചാരിച്ചു? തൗഹീദിന്റെ മഹത്വം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഇവരിലൊക്കെ ശിർക്ക് സംഭവിക്കുമെങ്കിൽ പിന്നെ എന്താ ശിർക്കിന്റെ കഥ? ആൾക്കാർ ആലോചിച്ചു. സഹോദരങ്ങളെ, ഇതിന്റെ ഗുരുതരാവസ്ഥ ആരും ഉൾക്കൊണ്ടില്ല. അപ്പോഴും തെറ്റിദ്ധരിച്ചത് ആരെ? നമ്മളെന്നെ തെറ്റിദ്ധരിച്ച്. ഞാൻ നിങ്ങളോട് ഗൗരവത്തിൽ പറയാൻ കാരണം, സഹോദരങ്ങളെ, അടിസ്ഥാനപരമായ വിശ്വാസ മൂല്യങ്ങളെ തകർക്കാൻ എക്കാലത്തും കണ്ടുപിടിച്ച കാര്യമാണ് എന്താ? നിങ്ങൾ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് തോന്നും ശരിയല്ലേ, അങ്ങനെ ഒരു വിളിയിലുണ്ടല്ലോ, ഇപ്പൊ ശരി തന്നെയല്ലേ? ആൾക്കാർക്ക് പെട്ടെന്ന് ബോധ്യപ്പെടും. ഒരു വിളിയില്ലേ, എന്തായാലും ദുആ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വിളി എൻ്റെ ഉള്ളിലുണ്ടല്ലോ. സുഹൃത്തുക്കളെ, എത്ര പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു ആളുകൾ. പടച്ചോൻ ആ ജൂത ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞ ആയത്ത് എത്ര നല്ലതാ, എത്ര പ്രസക്തമാണ് സഹോദരങ്ങളെ. യാ അഹ്ലൽ കിതാബ് ലിമ തൽബിസൂനൽ ഹഖ്ക ബിൽ ബാതിൽ വതക്തുമൂനൽ ഹഖ്ക വഅൻതും തഅലമൂൻ. യാ അഹ്ലൽ കിതാബേ, വേദക്കാരെ, ലിമ തൽബിസൂനൽ ഹഖ്ക ബിൽ ബാതിൽ, സത്യത്തെ അസത്യവുമായി കൂട്ടിക്കലർത്തുന്നത് എന്തിനാണു നിങ്ങൾ? വഅൻതും തഅലമൂൻ, നിങ്ങൾ അതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കേ. സുഹൃത്തുക്കൾ, എത്ര കൃത്യമാണ് നാം ഉൾക്കൊള്ളുന്ന സത്യസന്ധമായ ആശയങ്ങളെ. സഹോദരങ്ങളെ, വലിയ സ്ഥാന പണ്ഡിതന്മാർക്ക് അല്ലാഹു കൽപ്പിച്ചത് എന്തായാലും അവർ ദീനിന്റെ സംരക്ഷകന്മാരാണ്. അതുകൊണ്ടാണ് ദീനിനെ പൊളിക്കാൻ സഹോദരങ്ങളെ പണ്ഡിതന്മാർ അവരുടെ ധർമ്മം നിർവഹിക്കാതിരിക്കുമ്പോൾ മാത്രമേ ദീനിനെ പൊളിക്കാൻ പറ്റുള്ളൂ. ആത്മാർത്ഥതയും നിഷ്കളങ്കവുമായ ഒരു കൂട്ടം പണ്ഡിതന്മാരുള്ള ഒരു മതപ്രബോധന രംഗത്തിൽ ഒരു വീഴ്ചയും വരുത്താൻ ആർക്കും പറ്റൂല. ഇതൊന്നും എൻ്റെ വക സന്ദർഭത്തിൽ പടച്ചുണ്ടാക്കി പാടുന്ന സഹോദരങ്ങളെ, ഖുർആന്റെ ഹയത്ത ഞങ്ങളോട് ഓതുന്നത്. പണ്ഡിതന്മാർക്ക് അള്ളാഹു എന്തിനാ വലിയ സ്ഥാനം കൊടുത്തത്? ആരെ കൂടത്തിലാ പോലെ പറഞ്ഞതെന്നും കേട്ടോളൂ നിങ്ങൾ. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽമ് ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഷഹിദല്ലാഹ്, അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു, അവനല്ലാതെ ആരാധ്യരില്ലെന്നതിന് അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു. വൽ മലായികത്തു, മലക്കുകളും. സഹോദരങ്ങളെ, ഇനി ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് കേട്ടോ? വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്, നീതിമുറപ്രകാരം നിലകൊള്ളുന്ന വിജ്ഞാനത്തിന്റെ ഉടയവരും പണ്ഡിതന്മാരും. പണ്ഡിതന്മാരെയും മലായിക്കത്തുകളോടൊപ്പം ചേർത്തിതാ അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. അല്ലാഹുവല്ലാതെ ആരാധനില്ല, അവൻ പ്രതാപശാലിയാണ്, അവൻ മഹോന്നതനാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇതേ പടച്ച തമ്പുരാൻ ഇതേ ഖുർആനിൽ പറയുന്നത് കേട്ടോ? ഈ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ശിർക്കിൽ കഴിഞ്ഞുകൂടിയത്, അവർ ഇസ്ലാമിക വിരുദ്ധ ജീവിതം നയിച്ചത്, അവിടെ തൗഹീദിൽ ശിർക്ക് കലർത്തിയത്, അവരെ കൊണ്ട് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ചെയ്യിപ്പിച്ചത്, സുഹൃത്തുക്കളെ, പ്രമാണങ്ങൾ നോക്കിയല്ല, മുന്നിൽ നടക്കുന്ന പണ്ഡിതന്റെ തലയിലെ കെട്ട് നോക്കി, മുന്നിൽ നടക്കുന്ന പണ്ഡിതന്മാരുടെ മഹത്വം നോക്കി അവർ മനസ്സിലാക്കി, ഇവരൊരിക്കലും ഞങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകയില്ല. ആ പണ്ഡിതന്മാരിൽ അവർ വിശ്വാസമർപ്പിച്ചു. അങ്ങനെ അവർ നരകത്തിലേക്ക് പോകുന്ന കാഴ്ച ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ്. ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ, പിന്തുടരപ്പെട്ടവർ അനുയായികളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം. വറഅഉൽ അദാബ്, അവർ ശിക്ഷയെ നേർക്കുനേരെ കാണുമ്പോൾ തങ്ങൾ നയിച്ചുകൊണ്ട് വന്ന അനുയായി വൃന്ദങ്ങളെ നരകത്തിലേക്കിടുന്ന സന്ദർഭം വരുമ്പോൾ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, ആ എല്ലാ ബന്ധങ്ങളും അവിടെ വിച്ഛേദിക്കപ്പെടും.
എന്റെ പ്രിയപ്പെട്ട ഔലിയാണ് അയാൾ, എനിക്കേറ്റവും പ്രിയപ്പെട്ട ഉസ്താദാണ് അയാൾ. ആ ഉസ്താദിന് എന്നെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. ഞാൻ അയാളുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ്, ഏറ്റവും അധികം അയാളുടെ വിശ്വസിക്കുന്ന ആളാണ്, അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് എന്ന എല്ലാ ബന്ധങ്ങളും നാളെ പരലോകത്ത് വെച്ച് ശിക്ഷ കാണുമ്പോൾ മുറിഞ്ഞു പോകും. ബാക്കി കേട്ടോ സഹോദര, നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥതയോടെ കേട്ടോ ബാക്കി ആയത്ത്. പണ്ഡിതന്മാരാണ് ജനങ്ങളെ നരകത്തിൽ എത്തിക്കുന്നതും. പിൻപറ്റിയ അനുയായികൾ അവിടെ വെച്ചുകൊണ്ട് പറയും, നരകത്തിന്റെ മുന്നിൽ വെച്ച് തങ്ങളെ കൈയൊഴിക്കുന്ന നേതാക്കന്മാരോട് പറയും, ലൗ അന്നലനാ കറത്തൻ, ഞങ്ങളെങ്ങാനും ദുനിയാവിലേക്ക് തിരിച്ചു പോകാൻ ഒരവസരം ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് തന്നാൽ, ഫനതബറഅ മിൻകും കമാ തബറഉ മിന്നാ, ഈ നരകത്തിന്റെ മുന്നിൽ വെച്ച് ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവരെ നിങ്ങളെ ഞങ്ങൾ ദുനിയാവിൽ വെച്ച് ഞങ്ങളും കൈയൊഴിക്കുമായിരുന്നു. കദാലിക യുരീഹിമുല്ലാഹു അഅ്മാലഹും ഹസറാത്ത്. തെളിവ് നോക്കാതെ, പ്രമാണം നോക്കാതെ, കേൾക്കാൻ മനസ്സു കാണിക്കാതെ അന്ധമായി വിശ്വസിച്ച് പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും കൂടെ കൂടുന്നവരുടെ പ്രവർത്തനങ്ങൾ യുരീഹിം കദാലിക യുരീഹിമുല്ലാഹു അഅ്മാലഹും ഹസറാത്ത്. അത് അങ്ങേയറ്റത്തെ ഖേദങ്ങളിലായിക്കൊണ്ട് പാഴായി പോകും അവിടെ വെച്ചുകൊണ്ട്. ഇനി ബാക്കി കേട്ടോ, വമാഹും ബിഖാരിജീന മിനന്നാർ, നരകത്തിൽ നിന്ന് ഒരു കാലത്തും അവർ പുറത്തു കടക്കുകയുമില്ല. സുഹൃത്തുക്കളെ, ഇനിയുമുണ്ട് പണ്ഡിതന്മാരെ കുറിച്ച് ഖുർആനിലായത്ത്. ആരാണ് പണ്ഡിതന്മാർ? നാം മനസ്സിലാക്കണം. തന്റെ ധർമ്മം സത്യസന്ധമായി നിർവഹിച്ചാൽ, ആത്മാർത്ഥമായി നിർവഹിച്ചാൽ, സുഹൃത്തുക്കളെ, ജനങ്ങൾ അവരെ തലയിൽ വെക്കും, ആദരിക്കും, ബഹുമാനിക്കും. അവർക്ക് വേണ്ടി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കണ്ണുനീർ വാർത്തവർ പ്രാർത്ഥിക്കും. നാഥ, എന്ന ഹിദായത്തിലേക്ക് നയിച്ച ആ പണ്ഡിതന്, ആ പ്രസംഗകന് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ. അവന്റെ കബറുകളെ നീ വിശാലമാക്കണേ, അവന്റെ കബറുകളെ നീ പ്രകാശപൂരിതമാക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. എന്നാൽ സഹോദരങ്ങളെ, തന്റെ വിജ്ഞാനം കൊണ്ട് ഉന്നത സ്ഥാനം കരസ്ഥമാക്കേണ്ട പണ്ഡിതൻ ജനങ്ങൾക്ക് തന്നിലുള്ള ആദരവിനെ വിറ്റു കാശാക്കി, ദുനിയാവിന്റെ പദവിയാക്കി, ദുനിയാവിന്റെ നേതൃത്വത്തിന്റെ മഹത്വമാക്കി, ഭൗതിക ജീവിത സുഖങ്ങൾക്ക് വേണ്ടി, ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി, ആരുടെയെങ്കിലും നക്കാപ്പീച്ചയ്ക്ക് വേണ്ടി പണ്ഡിതന്മാർ തങ്ങളുടെ ഔന്നിത്യത്തിന്റെ മഹത്വത്തിന്റെ സ്ഥാനങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അവനെ അല്ലാഹു വിളിച്ച നാമം, അല്ലാന്റെ വചനങ്ങളിൽ നിന്ന് കേട്ടോ, വത്ലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ, ഓതിക്കൊടുക്ക് നബിയെ അവർക്ക് നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, വചനങ്ങളെ, ദീനിനെ പഠിപ്പിച്ചു കൊടുത്ത ഒരുത്തന്റെ വർത്തമാനം. ഫൻസലഹ മിൻഹാ, അതൊക്കെ മനസ്സിലായിട്ട് അവൻ അതിൽ നിന്ന് ഊരിച്ചാടി പുറത്തു പോയി. താൻ പ്രതിനിധീകരിച്ച ആശയങ്ങളിൽ, ആദർശങ്ങളിൽ നിന്ന് അവൻ വിട്ടുപോയി. നിർത്തിയില്ല സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു എന്താ, അപ്പോൾ പിശാച് അവന്റെ പിന്നാലെ കൂടി. ഫക്കാന മിനൽ ഗാവീൻ, അവൻ വഴിപിഴച്ചവനായി തീർന്നു. വലൗ ശിഅ്നാ ലറഫഅനാഹു ബിഹാ, ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ പാണ്ഡിത്യം കൊണ്ട് അവനെ അത്യുന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുമായിരുന്നു. വലാകിന്നഹു, പക്ഷേ അവൻ അഖ്ലദ ഇലൽ അർളി, ദുനിയാവിലേക്ക് ചാഞ്ഞു, ദുനിയാവിന്റെ സുഖങ്ങളിലേക്ക് അവൻ ചാഞ്ഞു, അള്ളാഹുവിന്റെ നിയമങ്ങളിൽ നിന്നവൻ പിൻവലിഞ്ഞു. അവന്റെ ഇച്ഛകളെ പിൻപറ്റി. അവന്റെ ഉപമ കമസലിൽ കൽബ്, നായയുടെ ഉപമയെ പോലെയാണ്. ഇൻ തഹ്മിൽ അലൈഹി യൽഹദ്, നീ അതിനെ ഉപദ്രവിച്ചാലും അതു നായ നാവ് പുറത്തേക്കിട്ടുകൊണ്ട് കിതച്ചുകൊണ്ടിരിക്കും. നീ അതിനെ ഒന്നും ചെയ്തില്ലെങ്കിലും അതിന്റെ ആർത്തി അടങ്ങില്ല. ഭക്ഷണം കൊടുത്ത് വയറ് നിറച്ചാലും വെള്ളമൊലിപ്പിച്ച് നാവ് പുറത്തായിരിക്കും. ഒന്നും കിട്ടാതെ പട്ടിണി കിടക്കുമ്പോഴും ആർത്തി കൊണ്ടതിന്റെ നാവിൽ നിന്നും വെള്ളമൊലിക്കും. ആർത്തി അടങ്ങാത്ത ദുനിയാവ് എത്ര
കിട്ടിയാലും ആർത്തിയടങ്ങാത്ത അള്ളാഹുവിന്റെ ദീൻ പണയം വെച്ചും ദുനിയാവ് വാങ്ങുന്ന ഒരു പണ്ഡിതനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ദാലിക മതലുൽ ലദീന കദ്ദബൂ ബിആയാതിനാ, എന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവന്റെ ഉപമയാണിത്. ഫഖുസുസിൽ ഖസസ ലഅല്ലഹും യതഫക്കറൂൻ, ഈ കഥ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കുവാൻ വേണ്ടി. സുഹൃത്തുക്കളെ, ആരാ ദീനിന്റെ സംരക്ഷകന്മാര്? പണ്ഡിതന്മാര്. അതുകൊണ്ടാണ് മരക്കാളപ്പം പറഞ്ഞത്. സുഹൃത്തുക്കളെ, നല്ല ഉത്തരവാദിത്തമുണ്ട്. എന്റെ വാക്കിലോ എന്റെ സമീപനത്തിലോ ഒരു തകരാറ് സംഭവിച്ചിട്ടേ നിങ്ങളെങ്ങാനും ഒരു തെറ്റിലേക്ക് പോയാൽ, നിങ്ങളെ പഴിവിടവിന് ഞാനൊരു കാരണക്കാരനായാൽ, ഉലായിക യൽ അനുഹുമുല്ലാഹു യൽ അനുഹുമുല്ലാഹിൻ, ശപിക്കുന്ന എല്ലാവരും അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പടച്ചോൻ പറയാനൊന്നും വിട്ടുപോയിട്ടില്ല. സഹോദരങ്ങളെ, ഞാൻ ഈ പറഞ്ഞതൊന്നും ഒരു നിലക്കും ഒരു ചെറിയ അംശം പോലും ഇതിൽ സഹോദരങ്ങളെ എന്തെങ്കിലും വക്രതകളോ എന്തെങ്കിലും ദുരുദ്ദേശങ്ങളോ ഇല്ല. എന്തിനാ ഞാൻ പറഞ്ഞു തരാം? എനിക്ക് നല്ല ഉദ്ദേശമുണ്ട് ഈ പ്രസംഗത്തിൽ. ഞാൻ പറഞ്ഞത് സുഹൃത്തുക്കളെ, മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൗണാണ് മഞ്ചേരി. ആ മഞ്ചേരിയിൽ ഈ വിജ്ഞാനവേദി മുമ്പ് നടന്ന പോലെ ആയിരങ്ങൾ, ദീനുമായി ബന്ധമില്ലാത്ത ആയിരങ്ങൾ കേൾക്കെയ്ത് നടക്കണം. അത് നടക്കണം. എന്തിനാണ് സഹോദരങ്ങളെ? പ്രമാണങ്ങളും സത്യങ്ങളും മനസ്സിലാക്കാതെ പോയാൽ ജനലക്ഷങ്ങൾ നരകത്തേക്ക് പോകും. അവരെ രക്ഷപ്പെടുത്തുവാനുള്ള തീവ്രമായ പ്രവർത്തനം, ഈ ദീനിന്റെ സംരക്ഷണം സുഹൃത്തുക്കളെ നമ്മൾ ഏറ്റെടുക്കണം. സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കുഴപ്പിക്കുന്നത് ആരടിയിൽ നടക്കുള്ളൂ? നിങ്ങൾ അറിയാത്തവരടിയിൽ നടക്കുള്ളൂ. അറിഞ്ഞോരും എവിടെയും കുടുങ്ങൂല, അറിയാത്തവരാ കുടുങ്ങുക സഹോദരങ്ങളെ. അതുകൊണ്ട് അറിവ് പകരലാണ് യഥാർത്ഥത്തിൽ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം. അറിവ് പകരലാണ് സുഹൃത്തുക്കളെ വഴികേടിനെതിരെയുള്ള യുദ്ധം. വിജ്ഞാനവേദികളാണ് ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മോചനം നേടാനുള്ള പരിഹാരം. ഇസ്ലാമിക വിജ്ഞാനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് സുഹൃത്തുക്കളെ. അതിനാണ് നമ്മുടെ MSMകാർക്കുള്ള CRE ക്ലാസ്സുകൾ. 60-70 കുട്ടികളാണ് അതിൽ വരുന്നത്. അതിനാണ് സഹോദരങ്ങളെ QHLS. നിങ്ങളതിന് പോണം, പഠിക്കണം. അത് സജീവമായി നമ്മുടെ മഹല്ലുകളിൽ ജനസാഗരങ്ങൾ ഒഴുകിയെത്തണം. സുഹൃത്തുക്കളെ, അടുത്ത മാസത്തെ തിങ്കളാഴ്ച നല്ലൊരു ഇസ്ലാമിക വിഷയത്തിന്റെ ഹിൻസ് നന്നായിട്ട് ബോർഡ് കൊടുത്തിട്ട് ഈ ഗ്രൗണ്ട് നിറച്ചും ഈ ദീനുമായി ബന്ധമില്ലാത്ത ആളുകളെ എത്തിക്കാൻ ഈ ഇരിക്കുന്നവർ പരിശ്രമിക്കണം. വൈജ്ഞാനിക രംഗത്തെ വിശ്രമമില്ലാത്ത മുന്നേറ്റമാണ് സഹോദരങ്ങളെ എല്ലാത്തിനും പരിഹാരം. അതിൽ നിങ്ങൾ സംശയിക്കേണ്ട. അതിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ആഹ്വാനം മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഞങ്ങൾ ആ വഴിയിലാണ്, നിങ്ങളും ആ വഴിയിലാണെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ഈ ഇൻസൈറ്റിൻ്റെ ബോർഡ്. മനസ്സിലായില്ലേ? ഈ സമ്മേളനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സമ്മേളനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇൻസൈറ്റ്. സമ്മേളന നടത്തിപ്പിന് അസൗകര്യമാകും എന്ന് വന്നപ്പോഴാണ് ഇൻസൈറ്റ് സമ്മേളനത്തിലേക്ക് ശേഷം മാറ്റിവെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പറയാനുള്ളത് എന്തിനാ ഇൻസൈറ്റ് സഹോദരങ്ങളെ? ഒരു വലിയ ജനസാഗരത്തെ എത്തിക്കാല്ല. ഇന്നലത്തെയും കൂടി ഇൻസൈറ്റ് മീറ്റിങ്ങിൽ ഞാൻ ഒരു ഉത്ബോധനം നടത്താൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 10,000 ഇവിടെ വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരു ദിവസം ആവറേജ് ഒരു 1000 ആക്കേ ശാന്തമായിട്ടത് വായിക്കാൻ പറ്റുള്ളൂ. 1000 ആൾ എവിടുന്ന് വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ പെരിന്തൽമണ്ണെന്ന് വരണമെന്ന് ആഗ്രഹിക്കണം. മുസ്ലിങ്ങളോ അമുസ്ലിങ്ങളായ ആൾക്കാർ ഒരു പഠിച്ചു പോകണമെന്നാണ്. ഒരു മഹാജനസാഗരത്തെ ക്ഷണിക്കാനല്ല സഹോദരങ്ങളെ, പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെല്ലാവരും എങ്ങനെയൊക്കെ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ ആളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത് എത്തിക്കണം. ഞങ്ങളിതിൻ്റെ ഭാഗമായിട്ട് ജീവിതം എന്തിനു വേണ്ടി എന്ന് പറഞ്ഞ് ഒരു 40 പേജ് ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഒരു പ്രാവശ്യം വായിച്ചാൽ ഇസ്ലാമിനെ കുറിച്ച് തുടങ്ങി അവസാനിപ്പിക്കൂല, വായിച്ച് തീരാതെ. അത്രയും ആകർഷണീയമാണ്. അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് ഞങ്ങൾക്കത് തയ്യാറാക്കാൻ പറ്റിയത്. ഞാൻ പറഞ്ഞത് അത് ആർക്ക് കൊടുത്താലും അയാൾ ഒരു അല്പസമയം, അത് ഞങ്ങൾ സ്കോഡ് പോകുമ്പോൾ ഏകദേശം 4000 ചില്ലാന മുസ്ലിം വീടുകളിൽ ഇപ്പം ഈ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ കയറി കഴിഞ്ഞു സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞത് അതൊന്നാണ് വായിച്ച് കഴിഞ്ഞവൻ അതൊന്ന് കൊടുത്ത് സ്കോഡ് പോകുന്ന സമയത്താണ് കൊടുത്ത് നമ്മൾ തിരിച്ചു പോരുമ്പോൾ അയാൾ ആ പുസ്തകം വായിക്കുക. അത് വായിച്ച് തീർന്നിട്ട് താഴെ വെക്കുള്ളൂ. നമ്മളെ ഇതുവരെ വന്ന എല്ലാ ലഘുലേഖകളെയും നല്ല കാര്യങ്ങളെയും സമന്വയിപ്പിച്ചിട്ട് സുന്ദരമായി തയ്യാറാക്കിയതാണ്. നമ്മുടെ ദൗത്യം സുഹൃത്തുക്കളെ, പിശാചിന് നമ്മളെ പിന്തിരിപ്പിക്കാൻ പറ്റരുത്. ഒരു പ്രശ്നത്തിനും എന്താവരുത്, നമ്മുടെ ദഅവത്തിന് ഊർജം പകരുകയല്ലാതെ ദഅവത്തിന്റെ രംഗത്തൊരു മന്ദീഭാവം ഒരിക്കലും ഉണ്ടാവില്ലെന്നുള്ള പ്രതിജ്ഞയാണ് കേരളത്തെ മുജാഹിദുകൾ എടുക്കേണ്ട പ്രതിജ്ഞ. മനസ്സിലായില്ലേ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ TV-യിൽ ലൈവായിട്ട് നമ്മുടെ ചില പ്രഭാഷണങ്ങൾ കേട്ട ചില ആളുകൾ ഇന്നു രാവിലെ കലശന് വേണ്ടി ചെന്നപ്പോൾ എന്നോട് പ്രതികരിച്ചത്
ആ വേദന ഇപ്പോഴും എൻ്റെ മനസ്സിൻ്റെ എവിടെയോ തങ്ങി നിൽക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ പ്രസംഗം ഈ കാലം വരെ ഞങ്ങൾ ടി വിയിലൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു ഉത്ബോധനവും ആസ്വാദനത്തിനും വേണ്ടി ഞങ്ങൾ കേൾക്കൽ. ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ടി വി കേട്ടതൊക്കെ ഞങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചല്ലോ, ഒരു ഉത്ബോധന രൂപത്തിലൊരു പ്രസംഗമൊന്നും കേട്ടില്ലല്ലോ എന്ന് ടി വിയിൽ നമ്മുടെ ഏതോ പരിപാടികൾ ശ്രദ്ധിച്ച ചില സുഹൃത്തുക്കൾ വിലയിരുത്തിയത് കേട്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി. സഹോദരങ്ങളെ, നാം ജനങ്ങളിൽ നിർവഹിക്കേണ്ട ദൗത്യത്തിൽ നമ്മൾ ഒരു ഇഞ്ച് പിറകോട്ടില്ല സഹോദരങ്ങളെ. ആ പ്രബോധന പ്രവർത്തനങ്ങളെ ശക്തമാക്കാൻ നമ്മുടെ ഇത്തരം എക്സിബിഷനുകളും വിജ്ഞാനവേദികളും അതേപോലെ നമ്മുടെ കുട്ടികളുടെ CRE ക്ലാസ്സുകളും QHLS ക്ലാസ്സുകളും അതേപോലെ തന്നെ സഹോദരങ്ങളെ നമ്മുടെ മതപ്രഭാഷണങ്ങളും വിശ്രമമില്ലാതെ നമ്മൾ തുടരണം. എന്തിൻ്റെ ഭാഗമായാലും വേണം, സമ്മേളനത്തിൻ്റെ ഭാഗമായാലും വേണ്ടില്ല, ക്യാമ്പയിൻ്റെ ഭാഗമായാലും വേണ്ടില്ല, നമ്മുടെ ദഅവത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ വിശ്രമമില്ലാതെ തുടരുക. അതാണ് സഹോദരങ്ങളെ നമ്മുടെ പ്രതിജ്ഞ. ഒരു പക്ഷേ ഇനിയുള്ള കഴിഞ്ഞ 10 വർഷങ്ങൾ സഹോദരങ്ങളെ വിജ്ഞാനത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ സംഭവിച്ചുവെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത 10 വർഷത്തോടുകൂടെ കേരളത്തിൽ ഒരു വിജയം കൈവരിക്കാൻ സമ്പൂർണ്ണ പ്രബോധനത്തിലൊരു സമ്പൂർണ്ണ വിജയമാണ് സഹോദരങ്ങളെ നമ്മുടെ ഈ പ്രബോധകന്മാരുടെയും നമ്മുടെ സംഘടനയുടെയും നമ്മുടെ പ്രവർത്തകന്മാരുടെയും കൂട്ടായ ലക്ഷ്യം. അതിന് പണം കൊടുക്കുവാനും അതിന് ശരീരം മെനക്കെടുത്തുവാനും എത്ര ദീർഘദൂരം യാത്ര ചെയ്യുവാനും എത്ര സമയം ഉറക്കമൊഴിക്കുവാനും സഹോദരങ്ങളെ സന്നദ്ധമായ 10,000 മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടെന്ന് സഹോദരങ്ങളെ ഓരോ വൈകുന്നേരത്തെ പ്രഭാഷണങ്ങളിലും പ്രസംഗകരായ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഇതുവരെ കാണാത്ത കൂട്ടായ്മയും ഇതുവരെ കാണാത്ത ഐക്യവും ഇതുവരെ കാണാത്ത സജീവതയും മുന്നോട്ട് പോകുന്നു. സഹോദരങ്ങളെ, ഉദ്ദേശം തെറ്റാതെ ഈ രംഗത്ത് ഉറച്ചു നിൽക്കണേ എന്നാണ് എനിക്ക് വിനീതമായത്. ആരോടും നമുക്ക് പകയില്ല, ആരോടും നമുക്ക് വിരോധമില്ല. നമുക്ക് പ്രതിബദ്ധത നമ്മുടെ ആദർശത്തോട് മാത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, എപ്പോഴെങ്കിലും എൻ്റെ പ്രഭാഷണത്തിൽ എൻ്റെ പ്രയോഗങ്ങളിൽ നിങ്ങൾക്ക് വിഷമം സൃഷ്ടിച്ച വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. അതിലുപരി ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത തിങ്കളാഴ്ച നമ്മളല്ലാത്ത എത്രയോ ഈ ദീൻ പഠിക്കാൻ പരിചിതരായ ആളുകളെ കൊണ്ട് നമ്മുടെ വിജ്ഞാനവേദി ഈ മഞ്ചേരിയിലെ ഏറ്റവും വലിയൊരു പ്രബോധന പ്രവർത്തനമായി മുന്നേറും. അതിനുള്ളൊരു ഊർജ്ജം പകരാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് ഈ പ്രഭാഷണത്തിലൂടെ സാധിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീൻ ശരിയായ അർത്ഥത്തിൽ നമ്മൾ പഠിക്കുകയും നമ്മുടെ കുടുംബങ്ങളെ പഠിപ്പിക്കുകയും നമ്മുടെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത് ഒരു സമാധാന ജീവിതം ഇവിടെ നയിക്കുവാനും സമാധാനത്തിൻ്റെ സ്വർഗമെന്ന് അള്ളാഹു വിളിച്ച ആ മഹാഗേഹത്തിൽ ദാറുൽ മുഖാമയിൽ ദാറുൽ ഹുൽദിൽ ഒരംഗമാകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ അടുത്തയിട നമ്മുടെ പ്രബോധന പ്രവർത്തനത്തിൻ്റെ സജീവമായ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഈ മഞ്ചേരി വെച്ച് അപകടത്തിൽപ്പെട്ട് നമ്മളിൽ നിന്നും വേർപെട്ടു പോയ തസ്ലീം എന്ന് പറയുന്ന നമ്മുടെ MSMൻ്റെ സഹോദരൻ്റെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവിടെ അള്ളാഹു പ്രകാശം നിറക്കുമാറാവട്ടെ. അവന് ആ ഒരു രക്തസാക്ഷിയുടെ പ്രതിഫലം അള്ളാഹു നീ പ്രദാനം ചെയ്യണമേ നാഥ. ഞങ്ങളുടെ എല്ലാവരുടെയും തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. ആദർശത്തിൻ്റെ പേരിലുള്ള ഈ ഐക്യത്തെ സ്നേഹബന്ധത്തെ മരണം വരെ തുടരാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ എല്ലാ ദീനീ പ്രവർത്തനങ്ങളെയും സമ്പൂർണ്ണമായി വിജയിപ്പിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ദാനധർമ്മങ്ങളെ പ്രവർത്തനങ്ങളെ പൂർണ്ണ പ്രതിഫലത്തോടെ ഞങ്ങൾ സ്വീകരിക്കണമേ രക്ഷിതാവേ. اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب